കേൾക്കുമാറാകണമേ. ആമേൻ. ദാസൻ SK ഒരു ഗാനം ആലപിക്കുന്നതായിരിക്കും. പാട്ടോത്സവത്തിൻ്റെ 25-ാമത്തെ പാട്ട് പാടാം. ക്രൂശും എടുത്തിന് ഞാനൻ യേശുവെ പിൻചെൽകയാണ്. ക്രൂശും എടുത്തിന് ഞാനൻ യേശുവെ പിൻചെൽകയായി, പാരിൽ പരദേശിയായി ഞാൻ മോക്ഷ വീട്ടിൽ പോകയായി, ജീവനിൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. മാനം ധനം ലോകജ്ഞാനം സ്ഥാനം സുഖമേതല്ല, ലാഭമല്ലെനിക്കിനീവൻ ഛേദമെന്നറിഞ്ഞു ഞാൻ, ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ക്ലേശം വരും നേരമെല്ലാം ക്രൂശിലൻ പ്രശംസയാ, യേശു കൂടെയുണ്ടെന്നാകിൽ തുമ്പമെല്ലാം ഇൻപമായി, ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ദൈവത്തിൻ പരിശുദ്ധാത്മാ വെന്നിൽ വാസം ചെയ്യുകയാ, ക്ലേശമെന്തിനവനെന്നെ ഭദ്രമായി കാത്തിടും. ജീവനൻ പേർക്കായി വേടിഞ്ഞ നാഥനെ ഞാൻ പിൻചെല്ലും. എല്ലാരും കൈവിട്ടാലും കൃപയാൽ ഞാൻ പിൻചെല്ലും. ഇപ്പോൾ ഇംഗ്ലീഷ് ഗാനം കൂടെ പാടുന്നതായിരിക്കും. Hello. Praise the Lord. Good morning. This morning we together sing a song, Hindi song, नीले आसमां के पार जाएंगे. नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ. नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ. हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर, देखेगा सारा जहां, देखेगा सारा जहां. नीले आसमां के पार जाएंगे,
मेरा यीशु रहता वहाँ। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। उसका कोई भी वादा ना होगा अधूरा, हर एक वादा उसका होता है पूरा। उसका कोई भी वादा, उसका कोई भी वादा ना होगा अधूरा, हर एक वादा उसका होता है पूरा। उसका कोई भी वादा, उसके आने का वादा भी होगा पूरा। उसके आने के वादा भी होगा पूरा। देखेगा सारा जहां, देखेगा सारा जहां। नीले आसमां पे पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। ये विश्वास मेरा जो होगा पूरा, सपना या मेरा न रहेगा अधूरा। ये विश्वास मेरा, ये विश्वास मेरा जो होगा पूरा, सपना या मेरा न रहेगा अधूरा। ये विश्वास मेरा, उसके संग हम रहेंगे अपने यीशु के। उसके संग हम रहेंगे अपने यीशु के। देखेगा सारा जहां, देखेगा सारा जहां। हम मिलेंगे बादलों पर, हम मिलेंगे बादलों पर। देखेगा सारा जहां, देखेगा सारा जहां। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। नीले आसमां के पार जाएंगे, मेरा यीशु रहता वहाँ। ദൈവനാമത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. ഈ മീറ്റിങ്ങിൻ്റെ ദൈവവചന പഠനത്തിനായി 5-ാമത്തെ ദിവസത്തിലേക്ക് ദൈവം നമ്മെ കൂട്ടിവരുത്തിയിരിക്കുകയാണ്. സമാധാനത്തോടും സന്തോഷത്തോടും പ്രത്യാശയോടും കൂടെ ദൈവസന്നിധിയിലേക്ക് കടന്നു വരുവാൻ, ദൈവവചനം പഠിക്കുവാൻ ദൈവം നമുക്ക് അവസരം നൽകിയിരിക്കുകയാണ്. ഈ ദിവസങ്ങളിൽ വളരെ ശക്തമായി ദൈവത്തിൻ്റെ ആത്മാവ് നമ്മോട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ കഴിഞ്ഞ ദിവസം എഫെസ്യ ലേഖനം 4-ാം അധ്യായത്തിൻ്റെ 15-ാം വാക്യത്തിൽ ക്രിസ്തുവെന്ന തലയോളം വളരണം എന്ന വിഷയത്തെ സംബന്ധിച്ച് വളരെ വ്യക്തമായും ശക്തമായും നമ്മോട് ദൈവവചനം അറിയിപ്പാൻ ഇടയാക്കി. ഇന്നും ദൈവവചനമായി കർത്താവിൻ്റെ വിലയേറിയദാസൻ നമ്മുടെ മധ്യേ കടന്നു വന്നിട്ടുണ്ട്. പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ആയിരിക്കാം. ദൈവവചനത്തിന് അനേകം പ്രത്യേകതകളുണ്ടെങ്കിലും അതിലേറ്റവും അതിപ്രാധാന്യം അർഹിക്കുന്ന ഒരു പ്രത്യേകത എന്ന് പറയുന്നത് ദൈവവചനം ജീവനുള്ളതാണ്. ജീവനുള്ള ദൈവവചനമാണ് ജീവൻ പ്രാപിച്ചവരായ നമുക്ക് ഇന്നും ലഭിപ്പാൻ ഇടയായിക്കൊണ്ടിരിക്കുന്നത്. എബ്രായ ലേഖനം 4-ാം അധ്യായം 12-ാം വാക്യത്തിൽ വായിക്കുന്നു, ദൈവത്തിൻ്റെ വചനം ജീവനും ചൈതന്യമുള്ളതും ഇരുവായ്ത്തലയുള്ള ഏത് വാളിനേക്കാൾ മൂർച്ചയേറിയതും പ്രാണനെയും ആത്മാവിനെയും സന്ധിപജ്ജകളെയും വേർപിടിക്കും വരെ തുളച്ചു ചെല്ലുന്നതും ഹൃദയത്തിലെ ചിന്തനങ്ങളെയും ഭാവങ്ങളെയും വിവേചിക്കുന്നതും ആകുന്നു.
ആ വചനത്തിൻ്റെ മുമ്പാകെ നാം ആയിരിക്കുമ്പോൾ അന്യചിന്തകൾ വെടിഞ്ഞ് ദൈവസന്നിധിയിലിരിക്കുന്നുള്ള ബോധ്യത്തോടുകൂടെ നമുക്ക് തുടർന്നുള്ള സമയം ആയിരിക്കാം. കഴിഞ്ഞ ദിവസങ്ങളിൽ ലഭിച്ചതുപോലെ ഇന്നും അനുഗ്രഹിക്കപ്പെട്ട ദൈവവചനം കേൾക്കുവാൻ നമുക്ക് കാതോർത്തുകൊണ്ട് ദൈവസന്നിധിയിലായിരിക്കാം. തിരുവഴുത്തുകളെ തിരിച്ചറിയേണ്ടതിന് ശിഷ്യന്മാരുടെ ബുദ്ധിയെ തുറന്നതായി തിരുവഴുത്തിൽ നാം വായിക്കുന്നത് പോലെ ഇന്ന് ദൈവവചനം കേൾക്കുവാൻ, നമ്മുടെ തിരുവഴുത്തുകളെ ശ്രദ്ധിക്കുവാനായിട്ട് നമ്മുടെ ഹൃദയങ്ങളെ തുറക്കുവാൻ നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിലായിരിക്കാം. നാം മൗനമായി പ്രാർത്ഥിച്ചു കൊണ്ടിരിക്കുമ്പോൾ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ബ്രദർ ജോൺ തോമസ് ഉമയാറ്റുകര ഇപ്പോൾ വന്ന് പരസ്യമായി ശബ്ദമുയർത്തി പ്രാർത്ഥിക്കുന്നതായിരിക്കും. അതിനുശേഷം കർത്താവിൻ്റെ ശ്രേഷ്ഠദാസൻ ബ്രദർ തോംസൺ ബി തോംസൺ ഇന്ന് ദൈവവചനത്തിൽ നിന്നും നമ്മോട് സംസാരിക്കും. അതിനായി പ്രാർത്ഥനയ്ക്ക് ശേഷം പ്രിയ കർത്തദാസനെയും ക്ഷണിച്ചുകൊള്ളുന്നു. ദൈവം നമ്മേവരെയും സഹായിക്കുകയും അനുഗ്രഹിക്കുകയും ചെയ്യുമാറാകട്ടെ. നമുക്ക് പ്രാർത്ഥിക്കാം. മഹത്വസമ്പൂർണ്ണ ദൈവമേ, സ്വർഗപിതാവേ, അവിടുത്തെ വലിയ കൃപയ്ക്കായി നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 118 ബ്രദർ കൺവെൻഷൻ അനുബന്ധിച്ച് ബൈബിൾ ക്ലാസിൻ്റെ 5ാമത്തെ ദിനത്തിലേക്ക് അടിയങ്ങളെ കൂട്ടിവരുത്തിയ വൻ കൃപയ്ക്കായി സ്തോത്രം ചെയ്യുന്നു. കടന്നു വന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ ബലമുള്ള കരത്തിൽ പ്രവേൽപ്പിക്കുന്നു. അവിടുന്ന് കരുണയുള്ള ദൈവമാകെ അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്ന സമയം എത്രയോ അനുഗ്രഹിക്കപ്പെട്ട സന്ദർഭമായിരിക്കും അങ്ങയെ സ്തുതിക്കുകയും മഹത്വം ചെയ്യുന്നു. ഇന്ന് രാവിലെ ദൈവദിന പഠനത്തിനായിട്ട് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും അവിടുത്തെ കരങ്ങളിൽ പ്രവേൽപ്പിക്കുന്നു. പന്തൽ കീഴിലായിരിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ പ്രവേൽപ്പിക്കുന്നു. ഓൺലൈനിൽ കൂടി ഈ വചന പഠനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ അവിടുത്തെ കരങ്ങളിൽ പ്രവേൽപ്പിക്കുന്നു. വചനം സൃഷ്ടിപ്പാറിന് കടന്നു വന്നിരിക്കുന്ന അവിടുത്തെ ശ്രേഷ്ഠദാസൻ തോംസൺ ബി തോംസനായി അങ്ങയെ സ്തുതിക്കുന്നു, മഹത്വപ്പെടുന്നു. കഴിഞ്ഞ ദിവസം കർത്താവിൻ്റെ കരങ്ങളിൽ തൻ്റെ ദാസനെ ഏൽപ്പിച്ചു. കർത്താവെ, തൻ്റെ ദാസനിൽ കൂടി അനുഗ്രഹിക്കപ്പെട്ട സന്ദേശം കേൾക്കുവാൻ അവിടുന്ന് അനുവദിച്ചു സ്തോത്രം ചെയ്യുന്നു. ക്രിസ്തു എന്ന തലയോള സകലത്തിൽ വളരുവാൻ്റെ കണ്ണം കർത്താവിൻ്റെ ദൈവമേ, ഞങ്ങളുടെ ഓരോരുത്തരുടെയും ജീവിതം അതെ ആ നിലയിൽ അനുഗ്രഹിക്കപ്പെടുവാൻ്റെ കണ്ണം കർത്താവെ ഇന്ന് പകലത്തെ ആ ബൈബിൾ ക്ലാസ് മുഖാന്തരം തിരുമേനി സഹായിക്കണമെന്ന് വീക്ഷിക്കുന്നു. അവിടുന്ന് തൻ്റെ ജനത്തോട് കരുണയുള്ള ദൈവമാകെ സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സാന്നിധ്യം കൂടെയുള്ളതിനായി സ്തോത്രം ചെയ്യുന്നു. എല്ലാവിധ ക്രമീകരണങ്ങളെയും അവിടുന്ന് നിയന്ത്രിക്കുമാറാകണം. കർത്താവിൻ്റെ ദൈവമേ, കേൾക്കുന്ന ഓരോ ഹൃദയങ്ങളിലും അവിടുത്തെ വിലയേറിയ വചനം, അവിടുത്തെ വിലയേറിയ പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഉണ്ടാകുവാൻ തക്കണം. ഞങ്ങളുടെ ജീവിതത്തെ ഒന്ന് ക്രമീകരിപ്പാൻ തക്കണം. ഞങ്ങൾ ഏത് നിലയിൽ അതെ ആ തലയ്ക്ക് അനുയോജ്യമായിട്ടുള്ള ആ വളർച്ച എപ്രകാരമായിരിക്കണമെന്നുള്ളത് ഞങ്ങളുടെ ജീവിതത്തിലൊന്ന് കരുതിക്കൊള്ളുവാൻ ക്രിസ്തുവാകുന്ന സഭയുടെ ബന്ധത്തിൽ കർത്താവിൻ്റെ ദൈവമേ, അവിടുന്ന് ഞങ്ങളെക്കുറിച്ച് ആഗ്രഹിക്കുന്ന നിലയിൽ ഞങ്ങളുടെ ജീവിതം ആയിത്തീരുവാൻ തിരുമേനി സഹായിക്കണമേ. അവിടുത്തെ ഭൃത്യനെ അവിടുത്തെ ബലമുള്ള കരത്തിൽ പരിമേൽപ്പിക്കുന്നവർ സഹായിക്കണം. അവിടുന്ന് അടിയങ്ങളെ പ്രാർത്ഥന കേട്ടിരിക്കാൻ സ്തോത്രം ചെയ്യുന്നു. സർവ്വമഹത്വം തൃപ്പാദത്തിൽ അർപ്പിക്കുന്നു, യേശു കർത്താവിൻ നിസ്തുല്യ നാമത്തിൽ തന്നെ. ആമേൻ. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. ദൈവവചന പഠനത്തിനായിട്ടൊരു സമയം കൂടി കർത്താവ് നമുക്ക് തന്നിരിക്കയാൽ കർത്താവിന് സ്തോത്രം ചെയ്യുന്നു. നാം പ്രാരംഭത്തിൽ ഓർത്തതുപോലെ നാം ജീവനുള്ള ദൈവവചനം അഭ്യസിക്കുവാൻ, അത് പഠിക്കുവാനായിട്ടാണ് കൂടി വന്നിരിക്കുന്നത്. ജീവനുള്ള ദൈവത്തിൻ്റെ ജീവനുള്ള വചനം നമ്മുടെ ജീവിതത്തിൽ ക്രിയ ചെയ്യുവാൻ ആഗ്രഹത്തോടുകൂടി വിനയമുള്ള ഹൃദയത്തോടുകൂടി നാം ദൈവസന്നിധിയിൽ ഇരിക്കുവാനും വചനം കേൾക്കുവാനും ഒക്കെ കർത്താവ് എല്ലാ കൃപയും നമുക്ക് നൽകുമാറാകട്ടെ. നാം ഇന്നലെ ആരംഭിച്ച പഠനം ക്രിസ്തുവെന്ന തലയോളം സകലത്തിലും വളരുക എന്നുള്ള വിഷയമാണ്. നാം ഓർത്തു ശരീരം തലയ്ക്കൊത്തതായിരിക്കണം. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിൻ്റെ ആദ്യത്തെ ഭാഗം അധികരിച്ചാണ് നാം ഈ ചിന്തകൾ പങ്കിടുന്നത്. അതിൻ്റെ ആദ്യ ഭാഗം 1 മുതൽ 6 വരെയുള്ള വാക്യങ്ങളാണ് നാം കഴിഞ്ഞ ദിവസം ചിന്തിച്ചത്. അവിടെ കർത്താവിൻ്റെ സ്വരൂപത്തോട് ആനുരൂപ്യമാകുവാൻ
അല്ലെങ്കിൽ ആത്മീയ വളർച്ചയ്ക്കുള്ള ആ വിളിയെക്കുറിച്ചാണ് നാം കഴിഞ്ഞ ദിവസം പ്രധാനമായിട്ടും ചിന്തിച്ചത്. ആ വിളിയെക്കുറിച്ചുള്ള ചില സത്യങ്ങൾ നാം കാണുകയുണ്ടായി. അതിൻ്റെ പ്രത്യാശ അല്ലെങ്കിൽ വിളിയിലുള്ള ആശ എന്താണെന്നുള്ളത് നാം ശ്രദ്ധിച്ചു. അതുമാത്രമല്ല, അങ്ങനെ വിളിക്കപ്പെട്ടവരിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നാം കണ്ടു. പൂർണ്ണ വിനയം, സൗമ്യത, ദീർഘക്ഷമ, സ്നേഹത്തിൽ തമ്മിൽ പൊറുക്കുക, ഒരുമ തുടങ്ങിയുള്ള കാര്യങ്ങൾ നാം ആ വേദഭാഗത്ത് നിന്നും ശ്രദ്ധിക്കുകയുണ്ടായി. നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ആ ഗുണങ്ങളൊക്കെയും അതിൻ്റെ പൂർണ്ണതയിൽ നാം കാണുന്നത് കർത്താവിൽ മാത്രമാണ്. അപ്പോൾ അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായി വരണമെന്ന് പറയുമ്പോൾ തലയോടുള്ള അനുരൂപ്യമാണ്, അല്ലെങ്കിൽ കർത്താവിനെ പോലെ ആയിത്തീരുന്നത്. അതാണ് വിളിയിലുള്ള ആശ അല്ലെങ്കിൽ ഏക പ്രത്യാശ എന്നൊക്കെ പറയുന്നത്. മാത്രമല്ല, ഒടുവിലായിട്ട് നാം കണ്ടത് നമ്മുടെ നടപ്പ് അല്ലെങ്കിൽ അനുദിന ജീവിതം, അതുപോലെ ഈ ശ്രേഷ്ഠമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള ആ വിളി, അവ തമ്മിൽ നാം ഒന്ന് തുലനം ചെയ്ത് നമ്മുടെ ജീവിതത്തിലുള്ള കുറവുകൾ അനുദിനം നീക്കി നാം ജീവിക്കുവാൻ ഏറെ ആവശ്യമുണ്ടെന്നുള്ള കാര്യമാണ് നമുക്ക് ഓർക്കുവാനായിട്ട് സാധിച്ചത്. ഇന്ന് നാം ഓർക്കുവാനായിട്ട് പോകുന്നത്, അല്ലെങ്കിൽ ഇന്ന് നാം പഠിക്കുവാനായിട്ട് പോകുന്നത്, ആ ആത്മീക വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള ദാനങ്ങൾ, കൃപാദാനങ്ങൾ കർത്താവ് ഉണ്ട് എന്നുള്ള വിഷയമാണ്. അവൻ വിളിക്കുന്നവൻ മാത്രമല്ല, ആ വളർച്ച നമ്മിലുണ്ടാകുവാൻ, ആനുരൂപ്യം ഉണ്ടായി വർദ്ധിച്ചു വരുവാൻ ആവശ്യമായിട്ടുള്ള കൃപാദാനങ്ങൾ നൽകുന്നവനുമാണ്. അത് സംബന്ധിച്ചാണ് നാം ഇന്ന് കാണുവാനായിട്ട് പോകുന്നത്. ഞാൻ കൊടുത്തിരിക്കുന്ന തലക്കെട്ട്, ഇന്നത്തെ ക്ലാസ്സിന് കൊടുത്തിരിക്കുന്ന തലക്കെട്ട് വളർച്ചയ്ക്കുള്ള കൃപാദാനങ്ങൾ എന്നാണ്. വളർച്ചയ്ക്കുള്ള കൃപാദാനങ്ങൾ, പ്രൊവിഷൻസ് ഫോർ സ്പിരിച്വൽ ഗ്രോത്ത് ഓർ പ്രൊവിഷൻസ് ഫോർ കൺഫോമിറ്റി ടു ദ ഹെഡ്, ദ ലോർഡ് ജീസസ്. എഫേസ് ലേഖനം 4-ാം അധ്യായത്തിലേക്ക് നമുക്ക് മടങ്ങി വരാം. Ephesians chapter 4. For our study today, we will read from verse 7 on till verse 13. എഫേസ് ലേഖനം 4-ാം അധ്യായം അതിൻ്റെ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിച്ച് കേൾക്കാം. എന്നാൽ നമ്മിൽ ഓരോരുത്തരെ ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിനൊത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ട് പോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിനെ സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. അത് നാം എല്ലാവരും വിശ്വാസത്തിലും ദൈവപുത്രനെക്കുറിച്ചുള്ള പരിജ്ഞാനത്തിലുമുള്ള ഐക്യതയും തികഞ്ഞ പുരുഷത്വവും ക്രിസ്തുവിൻ്റെ സമ്പൂർണതയായ പ്രായത്തിൻ്റെ അളവും പ്രാപിക്കുവോളം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മീയ വർധനയ്ക്കും ആകുന്നു. നാം വായിച്ച വേദഭാഗത്തെ ദൈവം നമുക്ക് അനുഗ്രഹിച്ച് തരുമാറാകട്ടെ. ഞാൻ ഓർപ്പിച്ചതുപോലെ ഈ 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ ആത്മീയ വളർച്ച അല്ലെങ്കിൽ കർത്താവായ യേശുക്രിസ്തുവിനോടുള്ള ആനുരൂപ്യം നമ്മിലുണ്ടാകുവാൻ ദൈവം കൃപയാൽ നമുക്ക് തന്നിട്ടുള്ള കൃപാദാനങ്ങളെക്കുറിച്ചാണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. ഇവിടെ ഒരു വ്യക്തത വരുത്തുവാനായിട്ട് ആവശ്യമുണ്ട്. കർത്താവിനോടുള്ള ആനുരൂപ്യം എന്ന് നാം പറയുമ്പോൾ നാം ഒരു കാര്യം ഓർക്കേണ്ടത്, കർത്താവിൻ്റെ സകല ഗുണങ്ങളോടുമുള്ള ആനുരൂപ്യമല്ല. ഞാനത് പറയുമ്പോൾ നാം ഓർക്കേണ്ടത്, ദൈവത്തിൻ്റെ ഗുണങ്ങൾ, കർത്താവിൻ്റെ ഗുണങ്ങൾ രണ്ടായി നമുക്ക് തിരിക്കുവാനായിട്ട് സാധിക്കും. ഒന്ന്, നമുക്ക് ആർജിക്കുവാൻ സാധിക്കുന്നവ. 2, നമുക്ക് ആർജിക്കുവാൻ സാധിക്കാത്തവ. കമ്മ്യൂണിക്കബിൾ ആൻഡ് ഇൻകമ്മ്യൂണിക്കബിൾ. ഉദാഹരണത്തിന്, നമ്മുടെ കർത്താവ് അവൻ സർവജ്ഞാനിയാണ്, അവൻ സർവവ്യാപിയാണ്, അവൻ സർവശക്തനാണ്. ഈ ഗുണങ്ങൾ ഒരിക്കലും സൃഷ്ടികളായിട്ടുള്ള നമുക്കുണ്ടാവുകയില്ല. നാം ഒരിക്കലും സർവജ്ഞാനികളാകുകയില്ല. കർത്താവിൻ്റെ അരികിൽ പോകുമ്പോൾ ആ ജ്ഞാനത്തിലൊക്കെ വളരെ വർധനമുണ്ടാകും, സംശയമില്ല. എന്നാൽ ഒരിക്കലും സർവജ്ഞാനികളാകുകയില്ല, സർവവ്യാപികളാകുകയില്ല. അപ്പോൾ നമുക്ക് ആർജിക്കുവാൻ സാധിക്കാത്ത ചില ഗുണങ്ങളുണ്ട്, ഇൻകമ്മ്യൂണിക്കബിളായിട്ടുള്ളത്. അത് നമുക്ക് ആർജിക്കുവാൻ എങ്ങും നമുക്ക് തിരുവചനത്തിൽ കാണുവാനായിട്ടും കഴിയുന്നില്ല. ഞാൻ സർവജ്ഞാനിയാകിയാൽ നിങ്ങളും
സർവജ്ഞാനികളാകുവിൻ, അങ്ങനെ ഒരു വാക്യം എവിടെയെങ്കിലും ഉണ്ടോ? ഇല്ല, അങ്ങനെ ഒരു വാക്യമെങ്കിലും ഇല്ല. എന്നാൽ ഇങ്ങനൊരു വാക്യമുണ്ട്. എങ്ങനെ? ഞാൻ വിശുദ്ധനാകിയാൽ നിങ്ങളും വിശുദ്ധരായിരിപ്പിൻ എന്നുള്ള വാക്യമുണ്ട്. അപ്പോൾ വിശുദ്ധി, കൃപ, സ്നേഹം തുടങ്ങിയുള്ള ദീർഘക്ഷമ തുടങ്ങിയുള്ള ഗുണങ്ങൾ അവ ആർജിക്കുവാൻ സാധിക്കുന്നവയാണ്, അല്ലെങ്കിൽ കർത്താവിനെ നമ്മോട് പങ്കിടുവാൻ കഴിയുന്നവയാണ്. അവ കമ്മ്യൂണിക്കബിളാണ്. ആ ഗുണങ്ങൾ, കമ്മ്യൂണിക്കബിളായിട്ടുള്ള ഗുണങ്ങൾ, നമുക്ക് ആർജിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഗുണങ്ങൾ നമ്മിൽ നിറഞ്ഞു വരണം എന്നുള്ളതാണ് നാം ചിന്തിക്കുന്ന ഈ കാര്യങ്ങളുടെ അർത്ഥം. ദൈവം അതാണ് നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. അപ്പോൾ കർത്താവിനോടുള്ള ആനുരൂപ്യം എന്ന് പറയുമ്പോൾ ആർജിക്കുവാൻ കഴിയുന്നതായിട്ടുള്ള ഈ ഗുണങ്ങളാൽ കർത്താവിൻ്റെ ആട്രിബ്യൂട്ട്സ് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടാകണം എന്നുള്ളതാണ് നാം ചിന്തിക്കുന്നത്. നാം ചിന്തിച്ചതുപോലെ, ഓർത്തതുപോലെ ഈ ഭാഗത്ത് 7 മുതൽ 13 വരെയുള്ള ഭാഗത്ത് അതിനാവശ്യമായിട്ടുള്ള കൃപാദാനങ്ങൾ കർത്താവ് നൽകിയിരിക്കുന്നു എന്നുള്ള സംഗതിയാണ് നാം കാണുന്നത്. ആ വായിച്ച വേദഭാഗത്തു നിന്നും 3 കാര്യങ്ങൾ ശ്രദ്ധിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നു. ഒന്നാമത്, ഈ ദാനത്തിനുള്ള സദൃശ്യം, an illustration for the provision. രണ്ടാമതായിട്ട്, the contents of the provision, ഈ ദാനത്തിലെ ഉള്ളടക്കം എന്താ നൽകിയിരിക്കുന്നത് എന്നുള്ളത് നാം കാണും. മൂന്നാമതായിട്ട്, the purposes of this provision, അല്ലെങ്കിൽ ഈ ദാനത്തിലെ ഉദ്ദേശം എന്താ. ആദ്യം സദൃശ്യം, രണ്ടാമതായിട്ട് ഉള്ളടക്കം, മൂന്നാമതായിട്ട് ഉദ്ദേശ്യം. ആദ്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധ കൊണ്ടുവരാം. അല്ലെങ്കിൽ ഈ കൃപാദാനത്തിന്, അല്ലെങ്കിൽ കർത്താവ് നമ്മുടെ വളർച്ചയ്ക്കായിട്ട് നൽകിയിട്ടുള്ള ഈ ദാനത്തിനുള്ള സദൃശ്യം ഇവിടെ പൗലോസ് എന്താണ് കൊണ്ടുവരുന്നത് എന്നുള്ളത് നോക്കുക. 7-ാം വാക്യം വായിക്കുമ്പോൾ താൻ ഒരു പൊതുവായിട്ടുള്ള പ്രമാണം അവിടെ പറയുന്നത് നാം കാണുന്നുണ്ട്. എന്നാൽ നമ്മിൽ ഓരോരുത്തന് ക്രിസ്തുവിൻ്റെ ദാനത്തിൻ്റെ അളവിന് ഒത്തവണ്ണം കൃപ ലഭിച്ചിരിക്കുന്നു. അതിന് മുമ്പുള്ള ഭാഗങ്ങളിൽ നാം വായിച്ചപ്പോൾ കണ്ടത് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഉണ്ടായിരിക്കേണ്ട ഗുണങ്ങളെക്കുറിച്ചാണ്, നമ്മുടെ വിളിയെക്കുറിച്ചാണ്. ഏറ്റവും ഉന്നതമായിട്ടുള്ള വിളി അവൻ നൽകിയിരിക്കുന്നു. ഏറ്റവും ഉന്നതമായിട്ടുള്ള വിളി അവൻ നൽകിയിട്ടുണ്ടെങ്കിൽ അവിടെ എത്തുവാനുള്ള കൃപ, അതിനുള്ള കൃപാദാനം, അതിനുള്ള ദാനങ്ങളും അവൻ നൽകിയിട്ടുണ്ട്. 7-ാം വാക്യത്തിൽ അത് ഓരോരുത്തരും നൽകിയിട്ടുണ്ട്. അതിനുശേഷം താൻ നമ്മുടെ മുൻപാകെ ഒരു സദൃശ്യം കൊണ്ടുവരികയാണ് ഈ കാര്യം പറയുന്നതിന് വേണ്ടി. 8-ാം വാക്യം നോക്കുക. അതുകൊണ്ട് അവൻ ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്ന് പറയുന്നു. ഇത് 68-ാം സങ്കീർത്തനം 18-ാം വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ്. നമുക്ക് ആ വാക്യത്തിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. 68-ാം സങ്കീർത്തനം അതിൻ്റെ 18-ാം വാക്യം എന്താ നാം അവിടെ കാണുന്നത്? 68-18, നീ ഉയരത്തിലേക്ക് കയറി ബദ്ധന്മാരെ പിടിച്ചുകൊണ്ടുപോയി യാഹ് എന്ന ദൈവം അവിടെ വസിക്കേണ്ടതിന് നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു. ഈ വാക്യത്തിൻ്റെ ഉദ്ധരണിയാണ് എഫേസ് ലേഖനം 4:8. എന്നാൽ അതിൻ്റെ ഉദ്ധരണിയാണെന്ന് പറയുമ്പോൾ പ്രത്യക്ഷമായിട്ട് തന്നെ നാം മനസ്സിലാക്കുന്നു അതുകൊണ്ട് ശരിയായിട്ടുള്ള ഉദ്ധരണിയല്ല, പൂർണ്ണമായിട്ടുള്ള ഉദ്ധരണിയല്ല. ഈ വാക്യം മുഴുവനും അവിടെ നാം കാണുന്നില്ല. യാഹ് എന്ന ദൈവം തുടങ്ങിയുള്ള പ്രയോഗങ്ങൾ അവിടെ നാം കാണുന്നില്ല. അതിൻ്റെ ആദ്യവും അവസാനവുമാണ്. അവസാനവും ഇവിടെ കാണുന്നത് പോലെയല്ല അവിടെ ഉദ്ധരിച്ചിരിക്കുന്നത്. ഇവിടെ എന്താ നാം കാണുന്നത്? നീ മനുഷ്യരോട് മത്സരികളോട് തന്നെ കാഴ്ച വാങ്ങിയിരിക്കുന്നു എന്നാണ് നാം കാണുന്നത്. എന്നാൽ എഫേസ് 4:8 നാം കാണുന്നത് നീ ഉയരത്തിൽ കയറി മനുഷ്യർക്ക് ദാനങ്ങളെ കൊടുത്തു എന്നുള്ള കാര്യമാണ് നാം കാണുന്നത്. എന്നാൽ വൈരുദ്ധ്യമില്ല. ഒരേ കാര്യത്തിൻ്റെ 2 കാര്യങ്ങളാണ്. ഒരു ഭാഗത്ത് അവൻ വാങ്ങി, മത്സരികളോട് മനുഷ്യരോട് അവൻ ദാനങ്ങൾ വാങ്ങി. എന്തിനായി വാങ്ങി? എഫേസ് 4:8 തൻ്റെ ജനത്തിന് നൽകുവാൻ. അപ്പോൾ ഒരിടത്ത് അവൻ വാങ്ങിയ കാര്യമാണെങ്കിൽ മറ്റൊരിടത്ത് അത് കൊടുത്ത കാര്യമാണ്. ഒരു കാര്യത്തിൻ്റെ സംഗതി തന്നെയാണ് അവിടെ നാം കാണുന്നത്. ഒരു സംഗതിയുടെ തന്നെ 2 വശങ്ങളാണ് അവിടെ നാം കാണുന്നത്. അതുകൊണ്ട് വൈരുദ്ധ്യമില്ല. ഒന്നൊന്നിനെ പൂർണ്ണമാക്കുന്നു എന്ന് മാത്രമേ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുകയുള്ളൂ. യഹൂദന്മാരുടെ എബ്രായ ബൈബിളിൽ നിന്നുള്ള ഡയറക്റ്റായിട്ടുള്ള ഉദ്ധരണിയല്ല എഫേസ് 4:8. പിന്നെ അവരുടെ മറ്റ് തർജ്ജമകളിൽ നിന്നുമുള്ള ഉദ്ധരണിയാണെന്നാണ് വേദപഠിതാക്കൾ മനസ്സിലാക്കുന്നത്. അതുകൊണ്ടാണ് ആ വ്യത്യാസം അവിടെ വന്നിരിക്കുന്നത്. അതധികം വിശദീകരിക്കുവാനായിട്ട് നമുക്ക് ആവശ്യമില്ല. എന്നാൽ
സങ്കീർത്തനം 68 ആ ഭാഗത്ത് സങ്കീർത്തനക്കാരൻ ആ വിശദീകരിക്കുന്നതിൻ്റെ ആ പിന്നിലുള്ള സദൃശ്യം ഒന്ന് മനസ്സിലാക്കുവാനായിട്ട് ആവശ്യമുണ്ട്. സങ്കീർത്തനത്തിൻ്റെ ആരംഭം തൊട്ട് നാം നോക്കുമ്പോൾ ദൈവം എഴുന്നേൽക്കുന്നു, അവൻ്റെ ശത്രുക്കൾ ചിതറിപ്പോകുന്നു. സങ്കീർത്തനം ആരംഭിക്കുന്ന ആ പ്രയോഗത്തോടു കൂടിയാണ്. ദൈവത്തെ ഒരു യുദ്ധവീരനായി അവിടെ വരച്ച് കാട്ടുകയാണ്. ദൈവം തൻ്റെ ജനത്തിന് വേണ്ടി യുദ്ധം ചെയ്യുന്നു, ശത്രുക്കളുടെ മേൽ വിജയം വരിക്കുന്നു. എന്നിട്ട് താഴേക്ക് വരുമ്പോൾ 18-ാം വാക്യത്തിലേക്കൊക്കെ വരുമ്പോൾ പഴയ കാലത്തുണ്ടായിരുന്ന ഒരു രീതി, രാജാക്കന്മാരുടെ ഇടയിലുണ്ടായിരുന്ന, രാജ്യങ്ങളുടെ ഇടയിലുണ്ടായിരുന്ന ഒരു രീതി മനസ്സിൽ വെച്ചുകൊണ്ടാണ് അവ എഴുതുന്നത്. പഴയ കാലങ്ങളിൽ അയൽ രാജ്യങ്ങൾ തമ്മിലുള്ള യുദ്ധങ്ങളൊക്കെ സാധാരണമായിരുന്നു. രാജാക്കന്മാർ യുദ്ധത്തിന് പോകുന്ന കാലം തന്നെ ഉണ്ടായിരുന്നു. അങ്ങനെ ഒരു രാജാവ് അല്ലെങ്കിൽ ഒരു രാജ്യം മറ്റൊരു രാജ്യത്തെ കീഴ്പ്പെടുത്തിയതിന് ശേഷം ആ രാജ്യത്തെ പൂർണ്ണമായി കൊള്ളയടിക്കുകയും അവിടെ നിന്നും അടിമകളുമായിട്ടൊക്കെ പുറത്തു വരികയും ചെയ്യും. അങ്ങനെ തിരിച്ച് അവിടെ നിന്നും എടുത്ത കൊള്ള പിടിച്ചുകൊണ്ട് വരുന്ന ആളുകൾ ഇവയെല്ലാവരുമായിട്ടൊരു പ്രൊസഷനായിട്ട്, ഒരു വിജയജാഥയായിട്ട് സ്വന്തം രാജ്യത്തിലേക്ക് വരും. അങ്ങനെ സ്വന്തം രാജ്യത്തിലേക്ക് പ്രവേശിക്കുമ്പോൾ സ്വന്തം ജനം ഇവർക്ക് വലിയ വരവേൽപ്പ് നൽകും. ഈ പ്രൊസഷന് വലിയ വരവേൽപ്പ് നൽകും. രാജാവ് യുദ്ധം കഴിഞ്ഞ് വരികയാണ്. അപ്പോൾ തൻ്റെ മുൻപാകെ തനിക്ക് വേണ്ടി പോരാടിയ യോദ്ധാക്കളുണ്ട്. മാത്രമല്ല ശത്രുക്കളിൽ നിന്നും പിടിച്ചെടുത്തു കൊണ്ടുവന്ന കൊള്ള അവരുടെ കയ്യിലുണ്ട്. കുടങ്ങളിൽ അത് എടുത്തായിരിക്കാം, സ്വർണവും വെള്ളിയും ഒക്കെ ആയിരിക്കാം. അത് വഹിച്ചുകൊണ്ടുള്ള വ്യക്തികൾ അതിൻ്റെ മുൻപിലുണ്ട്. മാത്രമല്ല രാജാവ് അതിൻ്റെ മധ്യേ പിടിച്ചുകൊണ്ടുവന്ന അടിമകൾ അവിടെ മുൻപിൽ നടക്കുന്നു. അങ്ങനെ ജയാളിയായി ഈ രാജാവ് മുൻപോട്ട് പോവുകയാണ്. അവൾ സ്വന്തം രാജ്യത്തിലേക്ക് വരുമ്പോൾ ഈ വലിയ വരവേൽപ്പ് സ്വന്തം ജനം നൽകുമ്പോൾ രാജാവ് ഹൃദയത്തിൽ ആനന്ദം കൊണ്ട് നിറയുന്നു. തൻ്റെ സ്വന്തം ജനത്തെ കണ്ട് അവർ നൽകുന്ന ഈ വരവേൽപ്പ് കണ്ട് സന്തോഷത്തോടു കൂടി തൻ്റെ കൈ ആ കുടങ്ങളിലിട്ട് അതിലുള്ള നാണയങ്ങൾ, സ്വർണ്ണ നാണയങ്ങൾ, വെള്ളി നാണയങ്ങൾ, ഇവയൊക്കെ വിലപിടിപ്പുള്ളതൊക്കെ താൻ എടുത്ത് തൻ്റെ ജനത്തിന് നൽകുന്നു, എറിഞ്ഞു നൽകുന്നു. അവർ അത് സന്തോഷത്തോടെ സ്വീകരിക്കുന്നു. ആ ചിത്രമാണ് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കുന്നത്. ആ വിജയാളിയായിട്ടുള്ള രാജാവ് ആ ശത്രുക്കളുടെ രാജ്യത്തിൽ നിന്നും ചിലതെടുത്തു മത്സരികളോട് വാങ്ങി. ഓർക്കുന്നുണ്ടല്ലോ ആ പ്രയോഗം നാം ആദ്യം കണ്ടത്. തൻ്റെ രാജ്യത്തിലേക്ക് തിരിച്ചു വന്നത് തൻ്റെ ജനത്തിന് നൽകുന്നു. അപ്പോൾ അതാണ് ഈ വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരേണ്ടത്. നമ്മുടെ കർത്താവ് ഉയരത്തിൽ നിന്നും ഈ ഭൂമിയിലേക്ക് വന്ന് ശത്രുവിനെ ക്രൂശിൽ പരാജയപ്പെടുത്തി, മാത്രമല്ല താൻ ഉയരത്തിലേക്ക് പ്രവേശിച്ച് തൻ്റെ ജനത്തിന്, തൻ്റെ ജനം തന്നെപ്പോലെ ആകുവാൻ, അവനോട് സദൃശരാകുവാൻ കൃപാദാനങ്ങളെ നൽകി എന്നുള്ള കാര്യമാണ് ഈ ഭാഗത്ത് നാം കാണുന്നത്. അപ്പോൾ വിജയാളിയായിട്ടുള്ള രാജാവിൻ്റെ സദൃശ്യമാണ് നമ്മുടെ മുൻപാകെ ഇവിടെ കൊണ്ടുവരുന്നത്. ആ സദൃശ്യം നാം മനസ്സിലാക്കിയില്ലെങ്കിൽ ഈ ഭാഗം മനസ്സിലാക്കുവാനായിട്ട് പ്രയാസമാണ്. അത് വ്യക്തമായെന്ന് വിചാരിക്കുന്നു. ഇനി മറ്റു ചില കാര്യങ്ങൾ കൂടി അവിടെ വ്യക്തമാക്കുവാനായിട്ടുണ്ട്. നോക്കൂ, 9-ാം വാക്യത്തിലേക്ക് വരിക. ഇവിടെ 8-ാം വാക്യത്തിൽ ആ കയറി തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ പറഞ്ഞു, ഉയരത്തിൽ കയറി. അതിനുശേഷം 9-ാം വാക്യത്തിൽ പൗലോസ് അത് വിശദീകരിക്കുക. കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങിയെന്ന് വരുന്നില്ലയോ? അടുത്ത വാക്യം കൂടി വായിച്ചാട്ട് അതോട് ചേർന്ന്. ഇറങ്ങിയവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിനെ സ്വർഗാതിസ്വർഗത്തിന് മീതെ കയറിയവനും ആകുന്നു. ഇവിടെ ആവർത്തിച്ച് വരുന്ന 2 പ്രയോഗങ്ങൾ നോക്കുക. ഇറങ്ങി, പിന്നെ കയറി. ഇറങ്ങിയവൻ, കയറിയവൻ. എന്താ ഇതിൻ്റെയൊക്കെ അർത്ഥം? മാത്രമല്ല ഇവിടെ നാം വായിക്കുന്നുണ്ട്, എങ്ങോട്ട് ഇറങ്ങിയെന്നാണ് നാം കാണുന്നത്? കയറി എന്നതിനാൽ അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? എന്താണ് ഈ ഭൂമിയുടെ അധോഭാഗങ്ങൾ? ആ അധോഭാഗങ്ങൾ വിശദീകരിക്കുന്നതിന് മുൻപ് കയറിയവൻ എന്നുള്ള പ്രയോഗം ഞാനത് വിശദീകരിക്കട്ടെ. 10-ാം വാക്യത്തിൻ്റെ അവസാന ഭാഗം നോക്കുക. അവിടെ നാം കാണുന്നത് അവൻ സകലത്തെയും നിറയ്ക്കേണ്ടതിന് സ്വർഗത്തിന് മീതെ കയറിയവനുമാകുന്നു. അതെന്തിനെ കുറിക്കുന്നതാ? നമ്മുടെ സാധാരണ ഭാഷയിൽ നാം എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്? ആ കയറിയവൻ എന്ന് പറയുമ്പോൾ എന്ത് നടന്ന കാര്യമാണ് പൗലോസ് ഇവിടെ പറയുന്നത്? സ്വർഗാരോഹണം. കർത്താവ് ഉയരത്തിലേക്ക് പ്രവേശിച്ചത്. അവൻ സകല നാമത്തിനും ആ മേതയുള്ള നാമം, മേലായിട്ടുള്ള നാമം ധരിച്ച് അവൻ ഉയർത്തപ്പെട്ട കാര്യമാണ് ഇവിടെ നാം കാണുന്നത്. അവൻ ആകാശത്തൂടെ കടന്നുപോയ ശ്രേഷ്ഠ മഹാപുരോഹിതനാണ്.
അവൻ സ്വർഗത്തിനും മീതെ പോയവനാണ്. ഇവിടെ നാം വായിക്കുന്നത് അവൻ എന്ത് സ്വർഗത്തിനു മീതെ കയറിയവൻ. തിരുവചനത്തിൽ അതോട് ബന്ധപ്പെട്ട് നമുക്ക് ചിന്തിക്കാവുന്ന പല ഭാഗങ്ങളുണ്ട്. എബ്രായ ലേഖനം 4:14, 7:26, 1 പത്രോസ് 3:22, ഇവിടെയൊക്കെ നമുക്ക് ഈ കാര്യം കാണാനായിട്ട് സാധിക്കുന്നതാണ്. ഇവിടെയെല്ലാം സ്വർഗാരോഹണത്തെ കുറിക്കുന്നതാണ്. ഈ ഭൂമിയിൽ നിന്നും കർത്താവ് ഉയർത്തപ്പെട്ടു. അത് മനസ്സിൽ വെച്ചുകൊണ്ടേ അതിന് മുമ്പിലുള്ള കാര്യങ്ങൾ നാം മനസ്സിലാക്കാവൂ. അവൾ ഉയർത്തപ്പെട്ട കാര്യം അത് സ്വർഗാരോഹണത്തെ കാണിക്കുന്നു എന്ന് നാം കണ്ടു. ഇനിയും ആ ഇറങ്ങി എന്ന് പറയുന്ന കാര്യം, അതിൻ്റെ അർത്ഥം എന്താണ്? എവിടെ നിന്നും കയറിയോ അവിടേക്കാണ് അവൻ ഇറങ്ങേണ്ടത്, അല്ലേ? എവിടെ നിന്നും അവൻ കയറിയോ അവിടെയാണ് അവൻ ഇറങ്ങേണ്ടത്. അവൻ എവിടെ നിന്നാണ് കയറിയത്? ഒലിവുമലയിൽ നിന്ന്, ഈ ഭൂമിയിൽ നിന്ന്. സ്വർഗാരോഹണം ഒലിവുമലയിൽ നിന്നായിരുന്നല്ലോ. ഈ ഭൂമിയിൽ നിന്നാണ് അവൻ ഉയരത്തിലേക്ക് എടുക്കപ്പെട്ടത്, സ്വർഗാരോഹണം നടന്നത്. എങ്കിൽ ഇറങ്ങിയെന്ന് പറയുന്നതും ഭൂമിയിലേക്ക് ഇറങ്ങിയ കാര്യമാണ്. അവൻ സ്വർഗത്തിൻ്റെ മഹിമ വെടിഞ്ഞ് ഈ ഭൂമിയിലേക്ക് വന്ന കാര്യമാണ്. കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ജഡാവതാരമാണ് അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. നാം ആദ്യം ജയാളിയായിട്ടുള്ള രാജാവിൻ്റെ സദൃശ്യം കാണുകയുണ്ടായി. കർത്താവ് ശത്രുക്കളെ തോൽപ്പിച്ച്, അല്ലെങ്കിൽ പിശാചിനെ തോൽപ്പിച്ച് ജയോത്സവം കൊണ്ടാടുവാൻ, ഈ ക്രൂശിൽ മരിച്ച് താൻ ജയോത്സവം കൊണ്ടാടുവാൻ അവൻ ഈ ഭൂമിയിൽ അവതരിച്ചു. ജഡാവതാരം. അപ്പോൾ ജഡാവതാരം, അവൻ്റെ ക്രൂശീകരണം, അതിനുശേഷമുള്ള അവൻ്റെ സ്വർഗാരോഹണം, ഇവയൊക്കെയാണ് പൗലോസ് ഇവിടെ സദൃശ രൂപത്തിൽ നമ്മുടെ മുൻപിലേക്ക് കൊണ്ടുവരുന്നത്. ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്നത് ഇതാണ്: അവൻ കയറിയത് ഭൂമിയിൽ നിന്നാണെങ്കിൽ അവൻ ഇറങ്ങിയത് ഭൂമിയിലേക്കാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. എന്തിനാണ് ഇത്രയും ഇത് വിശദീകരിക്കുന്നത് എന്നുള്ളത് അടുത്ത വിശദീകരണത്തിൽ മനസ്സിലാകും. ഇത് ഓർക്കുക, അവൻ കയറിയത് ഭൂമിയിൽ നിന്നാണെങ്കിൽ അവൻ ഇറങ്ങിയത് ഭൂമിയിലേക്കാണ്. എന്നാൽ പൗലോസ് അവിടെ പറയുന്നത് നോക്കുക, കേവലം ഭൂമിയിലേക്ക് നല്ല താൻ പറയുന്നത്. പിന്നെന്താ? 9-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ നാം കാണുന്നത് അവൻ ഭൂമിയുടെ അധോഭാഗങ്ങളിലേക്ക് ഇറങ്ങി എന്ന് വരുന്നില്ലയോ? ഇതെന്താ ഭൂമിയുടെ അധോഭാഗം? സാധാരണ നാം കേൾക്കുന്ന വിശദീകരണം, ആ ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുന്നത് പാതാളമായി വിശദീകരിക്കുന്നവരുണ്ട്. പോപ്പുലറായിട്ടുള്ള ഇൻ്റർപ്രിട്ടേഷൻ അതാണ്. അത് പാതാളമായി. കർത്താവ് മരിച്ച ശേഷം നിശ്ചയമായിട്ടും അവൻ പാതാളത്തിൽ പോയിട്ടുണ്ട്, സംശയമില്ല, മനുഷ്യൻ എന്നുള്ള നിലയിൽ. നാം 16-ാം സങ്കീർത്തനം അതിൻ്റെ 10-ാം വാക്യം വായിക്കുമ്പോൾ നീ അവനെ പാതാളത്തിൽ, എന്താണ് ആ വാക്യം വായിച്ചാട്ട്? 16-ാം സങ്കീർത്തനം 16 അതിന്റെ 10-ാം വാക്യം, അവിടെ എന്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല, നിന്റെ പരിശുദ്ധനെ ദ്രവത്വം കാണുവാൻ സമ്മതിക്കുകയുമില്ല. നാം അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം വായിക്കുമ്പോൾ അതിൻ്റെ 25 മുതൽ 28 വരെയുള്ള വാക്യങ്ങളിൽ ഈ ഭാഗം കോട്ട് ചെയ്ത് പത്രോസ് അത് കർത്താവായ യേശുക്രിസ്തുവുമായിട്ട് അപ്ലൈ ചെയ്യുന്നത് നമുക്ക് അവിടെ കാണാനായിട്ട് കഴിയുന്നുണ്ട്. നീ എൻ്റെ പ്രാണനെ പാതാളത്തിൽ വിടുകയില്ല എന്ന് വെച്ചാൽ താൻ പാതാളത്തിൽ പോയി എന്നുള്ള കാര്യമാണ് വ്യക്തമാക്കുന്നത്. എന്നാൽ ഞാൻ ഓർപ്പിക്കുവാൻ ആഗ്രഹിക്കുന്ന ഇതല്ല, ആ പാതാളത്തിലേക്കുള്ള തൻ്റെ ഇറക്കമല്ല എഫേസ് ലേഖനം 4-ാം അധ്യായം 9-ാം വാക്യത്തിൽ കാണുന്നത്. ഇവിടെ ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നവിടെ പറഞ്ഞിരിക്കുന്നത്, കർത്താവ് നമ്മെ തേടി ഈ ഭൂമിയിൽ വന്നപ്പോൾ, നമുക്ക് വേണ്ടി ക്രൂശിൽ മരിക്കുവാനായിട്ട് വന്നപ്പോൾ, ഈ ഭൂമിയിൽ താൻ എടുത്ത ഏറ്റവും താണ അവസ്ഥയെ കാണിക്കുന്നതാണ്, അവൻ്റെ താഴ്ചയെ കാണിക്കുന്നതാണ്. ഇനിയും താഴുവാനില്ലെന്ന് പറയത്തക്കവണ്ണം മരണത്തോളം, എവിടുത്തെ മരണത്തോളം? ക്രൂശിലെ മരണത്തോളം അവൻ തന്നെത്താൻ താഴ്ത്തി. ആ അവസ്ഥയെ കുറിക്കുന്നതാണ്, ഒന്നുമില്ലാത്തവനായി തീർന്ന അവസ്ഥയെ കാണിക്കുന്നതാണ്. ആ അർത്ഥത്തിൽ ഈ പ്രയോഗം, ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നുള്ള പ്രയോഗം 139-ാം സങ്കീർത്തനത്തിൽ പ്രയോഗിച്ചിരിക്കുന്നത് നാം കാണുന്നുണ്ട്. ഈ കാര്യം കുറെ കൂടി വ്യക്തമാക്കുവാൻ ആ വാക്യം കൂടി വായിക്കുന്നത് നല്ലതാ. 139-ാം സങ്കീർത്തനം അതിൻ്റെ 15-ാം വാക്യം നോക്കുക. ഞാൻ രഹസ്യത്തിൽ ഉണ്ടാക്കപ്പെടുകയും ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ. നോക്കുക, ആ പ്രയോഗം ഇവിടെയും നാം കാണുന്നു. ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെടുകയും ചെയ്തപ്പോൾ. സങ്കീർത്തനക്കാരൻ തൻ്റെ തന്നെ കാര്യം പറയുക.
തന്നെ ദൈവം ഉരുവാക്കിയ കാര്യം വിശദീകരിക്കുകയാണ്. ഞാൻ ഭൂമിയുടെ അധോഭാഗങ്ങളിൽ നിർമ്മിക്കപ്പെട്ടു. ഇവിടെ പാതാളം എന്നുള്ള അർത്ഥം എടുക്കുകയാണെങ്കിൽ ആ സങ്കീർത്തനക്കാരൻ പാതാളത്തിലാണോ ആരംഭിച്ചത്? ഇല്ല. ഇവിടെ ഭൂമിയുടെ അധോഭാഗം എന്ന് പറയുന്നത് പാതാളം എന്നുള്ള അർത്ഥത്തിലല്ല. പിന്നെ എന്താണ്? ആ ഭാഗത്തിൻ്റെ താഴോട്ടുള്ള വാക്യങ്ങൾ വായിച്ചാൽ നമുക്ക് മനസ്സിലാകും. എൻ്റെ അസ്ഥികൂടം നിനക്ക് മറവായിരുന്നില്ല, ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിന്റെ കണ്ണെന്നെ കണ്ടു, നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതിരുന്നപ്പോൾ തുടങ്ങിയുള്ള പ്രയോഗങ്ങളൊക്കെ തൻ്റെ ഒന്നുമില്ലാത്ത ആരംഭത്തെക്കുറിച്ച് സങ്കീർത്തനക്കാരൻ പറയുക. ഒന്നുമല്ലാത്ത ആരംഭം, എളിയ ആരംഭം, ഗണിക്കുവാനൊന്നുമില്ലാത്ത തൻ്റെ ആരംഭം, ആ ആരംഭത്തെ കുറിക്കുവാനാണ് ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നവിടെ ഉപയോഗിച്ചിരിക്കുന്നത്. അതേ അർത്ഥം നാം ചിന്തിച്ചുകൊണ്ടിരിക്കുന്ന വേദഭാഗത്തേക്ക് നമുക്ക് കൊണ്ടുവരാം. കയറിയവൻ ഇറങ്ങിയവനാണ്. എവിടെ നിന്നും ഇറങ്ങി? സ്വർഗത്തിൽ നിന്നും. എവിടെ നിന്നും കയറി? അവിടേക്ക്. എവിടെ നിന്നും കയറി? ഭൂമിയിൽ നിന്ന്. അപ്പോൾ അവൻ ഭൂമിയിലേക്ക് അവൻ ഇറങ്ങി. പിന്നെ നാം കണ്ടത് ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്നുള്ള ആ പ്രയോഗത്തിൻ്റെ അർത്ഥമാണ്. ഭൂമിയുടെ അധോഭാഗങ്ങൾ എന്ന് വെച്ചാൽ അവൻ ഈ ഭൂമിയിൽ വന്നപ്പോൾ ഒന്നുമില്ലാത്തവനായി തീർന്ന അവസ്ഥ, എളിമ, അവൻ്റെ എളിമ, അവൻ്റെ താഴ്ച, ഈ കാര്യങ്ങളെയൊക്കെയാണ് ആ പ്രയോഗത്തിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഞാൻ പറഞ്ഞത് വ്യക്തമായത് ഞാൻ വിചാരിക്കുക. എന്നാൽ അവിടെ അതോട് ചേർത്ത് പറയുവാൻ, ഓർക്കുവാൻ ആവശ്യമായിട്ടുള്ള കാര്യം ഇതാണ്. അങ്ങനെ ഇറങ്ങി വേല തികച്ച്, വീണ്ടെടുപ്പിൻ്റെ വേല തികച്ച് ഈ ഭൂമിയിൽ നിന്നും തിരിച്ച് ജയാളിയായി ഉയരത്തിലേക്ക് പോയ കർത്താവ്, ഞാനും നിങ്ങളും അല്ലെങ്കിൽ സഭ തലയ്ക്കൊത്തതാകുവാൻ, കർത്താവിനോളം വളരുവാൻ ഈ കർത്താവ്, ഉയർത്തപ്പെട്ട കർത്താവ് എന്ത് ചെയ്തു? അതിനാവശ്യമായിട്ടുള്ള കൃപാദാനങ്ങളെ നൽകി. അതാണല്ലോ നമ്മുടെ വിഷയം. അതിനാവശ്യമായിട്ടുള്ള, വളർച്ചയ്ക്കാവശ്യമായിട്ടുള്ള, നമ്മുടെ ആത്മീയ പുരോഗതിക്ക് ആവശ്യമായിട്ടുള്ള കൃപാദാനങ്ങളെ നൽകി. അവിടെ ശ്രദ്ധിക്കുവാൻ ആവശ്യമായിട്ടുള്ളത്, നാം ചിന്തിക്കുവാൻ പോകുന്ന ആ കൃപാദാനങ്ങളുടെ ദാനം, ആ ദാനമെന്ന ക്രിയ അവൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ തുടർച്ചയാണ്. ഞാൻ പറഞ്ഞത് മനസ്സിലായോ? ഞാനിപ്പോൾ പറഞ്ഞ കാര്യം പ്രധാനമായിട്ടുള്ളതാ. നാം ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് നാം കർത്താവിനൊപ്പം വളരുവാൻ വേണ്ടി കർത്താവ് തന്ന ദാനങ്ങളെക്കുറിച്ചാണ്. അവൻ ഇറങ്ങി വേല തികച്ചു, പിന്നെ കയറിയവൻ ദാനങ്ങളെ നൽകി. ആ ദാനങ്ങളെ നൽകിയെന്ന് പറയുന്നത് എന്തിനായിട്ട്? നാം കർത്താവിനെ പോലെ ആയിത്തീരുവാൻ. അവൾ കർത്താവിനെ പോലെ ആയിത്തീരുവാൻ അവൻ ദാനങ്ങൾ നൽകിയെന്ന് പറയുന്ന ആ കാര്യം എന്തിൻ്റെ തുടർച്ചയാ? കർത്താവിൻ്റെ വീണ്ടെടുപ്പ് വേലയുടെ തുടർച്ചയാ. എങ്കിൽ ആ കാര്യം വളരെ പ്രധാനമായിട്ടുള്ളതാ. അവൻ കൃപാദാനങ്ങളെ നൽകിയെന്നുള്ളതും അവ നിമിത്തം നാം ആകണം? പുത്രനെ പോലെ ആയിത്തീരണമെന്നുള്ളത് ഏറെ പ്രധാനപ്പെട്ട വിഷയമാണ്. സദൃശ്യം, ആ ദാനത്തിൻ്റെ സദൃശ്യം, ജയാളിയായ രാജാവിൻ്റെ സദൃശ്യം. ഇനി അടുത്തതിലേക്ക് നമ്മൾ ശ്രദ്ധയെ കൊണ്ടുവരാം. എന്താണ് നൽകിയത്? 11-ാം വാക്യം. അവിടെ എന്താണ് നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്? അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും ഉപദേഷ്ടാക്കന്മാരായും നിയമിച്ചിരിക്കുന്നു. ഇവിടെയാണ് നാം കാണുന്ന ദാനങ്ങൾ, കൃപാദാനങ്ങൾ എന്തെല്ലാമാണെന്നുള്ളത്. കൃപാവരപ്രാപ്തരായിട്ടുള്ള വ്യക്തികൾ, അവയാണ് കൃപാദാനങ്ങൾ. ഇവിടെ എത്ര ശുശ്രൂഷകരെ അല്ലെങ്കിൽ എത്ര ശുശ്രൂഷകളെ നാം കാണുന്നുണ്ട്? 11-ാം വാക്യം. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ. 5 എണ്ണം നാം അവിടെ കാണുന്നുണ്ട്. എന്നാൽ ശരിയായിട്ടത് നോക്കിയാൽ 5 അല്ല, 4 ഉള്ളൂ. വീണ്ടും അത് നോക്കുക. അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും
ഉപദേഷ്ടാക്കന്മാരായും. ഒരു വാക്ക് അവിടെ ഇല്ലാതെ പോയോ? ഒരു ചിലരെ പ്രയോഗം അവിടെ ഇല്ല. ഒടുവിലത്തതോടൊപ്പം ഒരു ചിലരെ പ്രയോഗം നമുക്കവിടെ കാണാൻ കഴിയുന്നില്ല. നാം എഴുതുകയായിരുന്നെങ്കിൽ ഇങ്ങനെ എഴുതിയേനെ, അവൻ ചിലരെ അപ്പോസ്തലന്മാരായും ചിലരെ പ്രവാചകന്മാരായും ചിലരെ സുവിശേഷകന്മാരായും ചിലരെ ഇടയന്മാരായും പിന്നെ ചിലരെ ഉപദേഷ്ടാക്കന്മാരായും എന്ന് എഴുതിയേനെ. എന്നാൽ പൗലോസ് അവസാനത്തോടൊപ്പം, ആ അവസാനത്തെ ഐറ്റത്തോടൊപ്പം ചിലരെ പ്രയോഗം വിട്ട് കളഞ്ഞിരിക്കുക. അതിൻ്റെ അർത്ഥം എന്താ? വേദപഠിതാക്കൾ ഇങ്ങനെയാണ് എടുക്കുന്നത്, ഒടുവിലത്തെ രണ്ടെണ്ണം ഒന്നാ. ഇടയന്മാർ, ഉപദേഷ്ടാക്കന്മാർ, ഇടയന്മാർ, ഷെപ്പേർഡ്സ്. അത് സദൃശ്യ രൂപത്തിലുള്ള പ്രയോഗമാണ്. എന്താണ് ഇടയന്മാർ ചെയ്യുന്നത്? ആടിന് തീറ്റി കൊടുക്കുന്നു. ഉപദേഷ്ടാക്കന്മാരെയോ? ഉപദേഷ്ടാക്കന്മാരെന്ത് ചെയ്യുന്നു? അവർ ദൈവജനത്തിന് ഉപദേശങ്ങൾ നൽകുന്നു, വചനം നൽകുന്നു. അപ്പോൾ ആ ഉപദേഷ്ടാക്കന്മാരെന്നുള്ളത് നേരായിട്ടുള്ള പ്രയോഗമാണ്. അവിടെ ആ പാസ്റ്റേഴ്സ് അല്ലെങ്കിൽ ഇടയന്മാരെന്നുള്ളത് സദൃശ്യ രൂപത്തിലുള്ളതാണ്. അതൊന്ന് തന്നെയാണ്. അതുകൊണ്ട് ഒന്നായിട്ടെടുക്കാം. വേദപഠിതാക്കൾ സാധാരണ അതിനെ ഇങ്ങനെ വിളിക്കുന്നു, ഇടയോപദേഷ്ടാക്കന്മാർ, പാസ്റ്റർ ടീച്ചേഴ്സ്, ഇടയോപദേഷ്ടാക്കന്മാർ. അങ്ങനെയെങ്കിൽ 4 അവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. അപ്പോസ്തലന്മാർ, പ്രവാചകന്മാർ, സുവിശേഷകന്മാർ, ഇടയോപദേഷ്ടാക്കന്മാർ. ആരാണ് അപ്പോസ്തലന്മാർ? 12 അപ്പോസ്തലന്മാർ. പെന്തക്കോസ്ത് നാളിൽ കർത്താവിനെ പ്രസംഗിച്ച, യെരുശലേമിൽ പ്രസംഗിച്ച ആ 12 അപ്പോസ്തലന്മാർ. അപ്പോസ്തല പ്രവൃത്തി 2-ാം അധ്യായം. അതിൻ്റെ വിശദീകരണത്തിലേക്ക് പോകാൻ ആവശ്യമില്ല. പ്രവാചകന്മാരാരാണ്? പഴയ നിയമ പ്രവാചകന്മാർ അതിലുണ്ടോ? ഇല്ല. കാരണം അപ്പോസ്തലന്മാരെന്നുള്ള പ്രയോഗത്തിന് ശേഷമാണ് ഇവിടെ പ്രവാചകന്മാരെന്ന് നാം കാണുന്നത്. അപ്പോസ്തലന്മാർ പുതിയ നിയമത്തിൻ്റെതെങ്കിൽ, സഭയുടേതെങ്കിൽ, ഇവിടെ കാണുന്ന പ്രവാചകന്മാരും പുതിയ നിയമ പ്രവാചകന്മാരെ കുറിക്കുന്നതാ. ദൈവവചനം പൂർത്തിയല്ലാതിരുന്ന അക്കാലത്ത് ദൈവത്തിങ്കിൽ നിന്നും വചനം പ്രാപിച്ച് ദൈവജനത്തിന് ദൈവവചനം കൊണ്ടുവന്ന ആ ശുശ്രൂഷകരെയാണ് ഇവിടെ പ്രവാചകന്മാരെന്ന് പറയുന്നത്. എഫേസ്യ ലേഖനം 2:20 നാം വായിക്കുമ്പോൾ ഇവ രണ്ടും ഒന്നിച്ചു വരുന്നത് നാം കാണുന്നുണ്ട്. അപ്പോസ്തലന്മാരും പ്രവാചകന്മാരും എന്ന അടിസ്ഥാനത്തിന്മേൽ, അടിസ്ഥാനം, ഇവ സഭയുടെ അടിസ്ഥാനപ്പണിയോട് ചേർന്നിട്ടുള്ളതാണ്. ആ അടിസ്ഥാന പണി കഴിഞ്ഞു. നാം അറിയുന്നത് പോലെ ഇപ്പോൾ ആ ഫിനിഷിംഗ് ടച്ച് ഒക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ആരംഭം കഴിഞ്ഞു. അപ്പോൾ ഈ 2 ശുശ്രൂഷകൾ സ്ഥിരമായിട്ടുള്ളവയല്ല, ടെമ്പററി ആയിട്ടുള്ളവയായിരുന്നു. അവ ഇന്നില്ല. എന്നാൽ അവർ ചെയ്ത നിവർത്തിച്ച ശുശ്രൂഷയുടെ മേലാണ് നാം പണിയപ്പെട്ടിരിക്കുന്നത്. പിന്നെ നാം കാണുന്നത് സുവിശേഷകന്മാർ. ആരാണ് സുവിശേഷകന്മാർ? അവിടെയും വിശദീകരണം ആവശ്യമുണ്ട്. സാധാരണ നാം സുവിശേഷകന്മാരെന്ന് പറയുന്നത് പൂർണ്ണസമയ വേലക്കാർ, സുവിശേഷകന്മാർ. അവരുടെ പേരിന് മുമ്പ് അവർ തന്നെയും അല്ലെങ്കിൽ മറ്റ് ആളുകൾ സുവി എന്നെഴുതും. അല്ലെങ്കിൽ ഇംഗ്ലീഷിലാണെങ്കിൽ EVG പേരിന് മുമ്പോ പിൻപോ ഒക്കെ എഴുതി കാണും. ഈ പൂർണ്ണസമയ വേലക്കാർ എന്നുള്ള പ്രയോഗം തന്നെ തിരുവചനത്തിലുള്ളതല്ല, നാം മനസ്സിലാക്കാൻ വേണ്ടി കൊടുത്തിരിക്കുന്ന ഒരു വിശദീകരണമെന്ന് മാത്രമേ ഉള്ളൂ. എല്ലാവരും പൂർണ്ണസമയ വേലക്കാരാ. എല്ലാവരും എന്ത് ചെയ്താലും ആർക്കായിട്ട് ചെയ്യുന്നു? കർത്താവിനായിട്ട് ചെയ്യുന്നു. കർത്താവിനായിട്ട് അങ്ങനെ ചെയ്യുമെങ്കിൽ നാം എല്ലാം പൂർണ്ണസമയ വേലക്കാരാ. എന്നാൽ കർത്തൃവേലയിൽ മാത്രം ഏർപ്പെട്ടിരിക്കുന്നവരെ നാം അങ്ങനെ വിളിക്കുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നാം പ്രയോഗിക്കുന്നുവെന്ന് മാത്രമേ ഉള്ളൂ. ഞാൻ പറഞ്ഞു വന്നത്, അങ്ങനെയുള്ള എല്ലാവരെയും എന്തെന്ന് നാം വിളിക്കും? സുവിശേഷകന്മാരെന്ന് വിളിക്കും. എന്നാൽ വാസ്തവത്തിൽ അത് ശരിയായിട്ടുള്ള പ്രയോഗമല്ല. സുവിശേഷകന്മാരെന്ന് പറഞ്ഞാൽ സുവിശേഷ വേലയ്ക്ക് പാപികളെ കർത്താവിലേക്ക് കൊണ്ടുവരുന്നതിന് കർത്താവ് പ്രത്യേകം കൃപാവരം നൽകിയിട്ടുള്ള വ്യക്തികളാണ്. അതെല്ലാവർക്കും ഇല്ല. ചിലപ്പോൾ ആരാണ് സുവിശേഷകന്മാരെന്ന് ചോദിക്കുമ്പോൾ വിശ്വാസികൾ സാധാരണ ഇങ്ങനെ ഉത്തരം പറയും, എല്ലാവരും സുവിശേഷകന്മാരാ. കാരണം എല്ലാവരും എന്ത് ചെയ്യേണ്ടവരാ? സുവിശേഷം പറയേണ്ടവരാ. എന്നത് ഓർക്കണം, എല്ലാവരും സുവിശേഷകന്മാരല്ല. പൗലോസ് തന്നെ പറയുന്നുണ്ട്, ചിലരെ എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവരും അല്ല എന്നുള്ളത് വ്യക്തമാണ്. ചിലരെ. നാം ഒരു കാര്യം ഓർക്കേണ്ടത്, ഓൾ ആർ വിറ്റ്നസസ്. എല്ലാവരും സാക്ഷികളാ, എന്നാൽ എല്ലാവരും സുവിശേഷകന്മാരല്ല. ഓൾ ആർ വിറ്റ്നസസ് ബട്ട് ഓൾ ആർ നോട്ട് ഇവാഞ്ചലിസ്റ്റ്. അപ്പോൾ പിന്നെ ഇവാഞ്ചലിസം എന്ന് പറയുന്നത്, ഇവാഞ്ചലിസത്തിന് ദൈവം പ്രത്യേക കൃപാവരം നൽകിയിട്ടുള്ള വ്യക്തികളാണ്. അവർക്ക് പാപികളെക്കുറിച്ചുള്ള ഭാരമുണ്ടാവും.
അവരുടെ പ്രാർത്ഥന ശ്രവിച്ചാൽ അത് നമുക്ക് മനസ്സിലാകുവാൻ സാധിക്കും. മാത്രമല്ല അവരുടെ ശുശ്രൂഷകളിൽ അത് വ്യക്തമാകും. തന്നെയുമല്ല, അവർ മറ്റുള്ളവരോട് വ്യക്തിപരമായിട്ടാവട്ടെ, പൊതുവായിട്ടാവട്ടെ, എഴുത്തിലൂടെയാവട്ടെ, എന്തിലും കൂടിയാവട്ടെ, അവർ അത് ചെയ്യുമ്പോൾ പാപികൾ മാനസാന്തരപ്പെടും, കർത്താവിലേക്ക് വരും. നിങ്ങൾ തന്നെ മനസ്സിലൊന്ന് കണ്ടാൽ അങ്ങനെയുള്ള പലരെയും മനസ്സിൽ ഓർക്കുവാനായിട്ട് സാധിക്കുന്നതാണ്. അവരാണ് സുവിശേഷകന്മാർ. അവർ ഭൗതികമായിട്ടുള്ള മറ്റു വേലകൾ ചെയ്യുന്നുണ്ടോ ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ദൈവം അവരെ വിളിക്കാനുസാരമായിട്ടാണ്. എന്നാൽ സുവിശേഷകന്മാരെന്ന് പറയുന്നത് സുവിശേഷീകരണത്തിന് ദൈവം പ്രത്യേക കൃപാവരം നൽകിയിട്ടുള്ള വ്യക്തികളാണ്. നാം ഇതുവരെയും ഉപയോഗിക്കുന്ന ആ രീതികളൊക്കെ മാറ്റണമെന്നല്ല ഞാൻ പറഞ്ഞത്. മാറ്റിയാൽ നല്ലതാ. എന്നാൽ അതൊക്കെ ഉപയോഗിക്കുമ്പോൾ തന്നെ ഈ കാര്യം നാം ഓർത്തിരിക്കുവാനായിട്ട് ആവശ്യമുണ്ട്. അതിനാണ് ഞാൻ അത്രയും വിശദീകരിച്ചത്. നാലാമത്തെ ശുശ്രൂഷ എന്താ? ഇടയോപദേഷ്ടാക്കന്മാർ. ഇതാരാണ്? ഇത് മൂപ്പന്മാരാണെന്ന് പറഞ്ഞുകൊണ്ട് വിശദീകരിക്കുന്നവരുണ്ട്. മൂപ്പന്മാർക്കും ഇടയന്മാരെന്നുള്ള പ്രയോഗം ഉപയോഗിച്ചിട്ടുണ്ട്. അപ്പോസ്തല പ്രവൃത്തി 20-ാം അധ്യായം, 1 പത്രോസ് 5-ാം അധ്യായം. അത് നമ്മുടെ വിഷയമല്ലാത്തത് കൊണ്ട് അവ വായിച്ച് വിശദീകരിക്കുവാൻ ഞാൻ ആഗ്രഹിക്കുന്നില്ല. പിന്നീട് നിങ്ങളത് വായിച്ചുകൊണ്ടാൽ മതി. അവിടെ മൂപ്പന്മാർക്ക് ഇടയന്മാരെന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. എന്നാൽ ഇവിടെ എഫേസ് ലേഖനം 4:11 ഇടയോപദേഷ്ടാക്കന്മാരെന്ന് പറയുന്നത് മൂപ്പന്മാരല്ല. നാം ഒന്ന് ഓർക്കേണ്ടത്, എഫേസ് ലേഖനത്തിൽ സ്ഥലം സഭയല്ല, പിന്നെ സാർവത്രിക സഭയാണ് വിഷയം. മൂപ്പന്മാർ സാർവത്രിക സഭയിലല്ല, പിന്നെ സ്ഥലം സഭകളിലാണ്. അതുകൊണ്ട് അവരെ ഇവിടെ നാം കാണുന്നില്ല. ഈ എഫേസ് ലേഖനത്തിൽ സ്ഥലം സഭയില്ല, അതിൽ നാം കാണുന്നത് സാർവത്രിക സഭയാ എന്നൊക്കെ നമുക്ക് അങ്ങനെ അങ്ങോട്ട് പറയാനെങ്ങനെ സാധിക്കും? എഫേസ് ലേഖനം വായിച്ചു നോക്കിയാൽ മതി. സഭയ്ക്ക് ഉപയോഗിച്ചിരിക്കുന്ന സദൃശ്യങ്ങൾ നാം മനസ്സിലൊന്ന് കൊണ്ടുവന്നാൽ മതി. എന്തൊക്കെ സദൃശ്യങ്ങളാണ് നാം കാണുന്നത്? നാം 2-ാം അധ്യായം വായിക്കുമ്പോൾ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന സദൃശ്യം, അതിൻ്റെ 15-ാം വാക്യത്തിൽ പുതുമനുഷ്യൻ, ഒരേ പുതുമനുഷ്യൻ. മാത്രമല്ല തുടർന്ന് താഴേക്ക് വായിക്കുമ്പോൾ കെട്ടിടം. അത് തന്നെയുമല്ല, വീണ്ടും നാം താഴേക്ക് വായിക്കുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്ന മറ്റൊരു സദൃശ്യം ശരീരം എന്നുള്ളതാണ്. പിന്നെ 5-ാം അധ്യായത്തിലേക്ക് നാം വരുമ്പോൾ സഭ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന കാര്യമൊക്കെ കുടുംബകാര്യം പറയുമ്പോൾ പൗലോസ് പറയുന്നുണ്ട്. ആ സഭ ഏതാ? ആ ക്രിസ്തുവിന് കീഴ്പ്പെട്ടിരിക്കുന്ന സഭ സാർവത്രിക സഭയാ. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം ഈ അധ്യായങ്ങളിലെല്ലാം നാം കാണുന്നത് സാർവത്രിക സഭയാ. സാർവത്രിക സഭയ്ക്ക് അല്ലെങ്കിൽ പൊതു ശുശ്രൂഷയ്ക്ക് കർത്താവ് നൽകിയിട്ടുള്ള കൃപാദാനങ്ങളുടെ ലിസ്റ്റാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് കഴിയുന്നത്. സ്ഥലം സഭയെക്കുറിച്ചല്ല. ഇനിയും ആ ഇടയോപദേഷ്ടാക്കന്മാർ എന്നുള്ള പ്രയോഗത്തിലേക്ക് മടങ്ങി വരാം. ആരാണ് ഈ ഇടയോപദേഷ്ടാക്കന്മാർ? നമുക്കിങ്ങനെ പറയുവാനായിട്ട് സാധിക്കും. ദൈവജനത്തിന് പൊതുവെ ഉപദേശ സത്യങ്ങൾ പറഞ്ഞ് പഠിപ്പിച്ച് അവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുവാൻ ദൈവം നൽകിയിട്ടുള്ള ശുശ്രൂഷകർ. നല്ല ഉദാഹരണമാണ് അപ്പല്ലോസ്. അപ്പോസ്തല പ്രവൃത്തി 18-ാം അധ്യായം വായിക്കുമ്പോൾ നമുക്ക് അവിടെ കാണാനായിട്ട് സാധിക്കുന്നുണ്ട് അപ്പല്ലോസിനെ കുറിച്ച്. തന്നെ ഒരിടത്തല്ല നാം കാണുന്നത്, എത്രയോ ഇടത്താ. താൻ എവിടുത്തുകാരനായിരുന്നു? എവിടുത്തുകാരനായിരുന്നു താൻ? അലക്സാന്ദ്രിയക്കാരൻ. എന്നിട്ട് പിന്നെ നാം എവിടെ തന്നെ കാണുന്നു? എഫെസോസിൽ. പിന്നെ നാം എവിടെ കാണുന്നു? കൊരിന്തിൽ. പിന്നെ പൗലോസ് നിക്കപ്പോലിസിൽ വരാനായിട്ട് പറയുന്നത് നാം കാണുന്നുണ്ട്. ഒരു സ്ഥലത്ത് നിന്ന് മറ്റൊരു സ്ഥലത്തേക്ക് അങ്ങനെ മാറിപ്പോകുന്ന ഒരു വ്യക്തി, യാത്ര ചെയ്യുന്ന ഒരു വ്യക്തി, ദൈവവചനം പറഞ്ഞ് മറ്റുള്ളവരെ വിശ്വാസത്തിൽ ഉറപ്പിക്കുന്ന ഒരു വ്യക്തി. അങ്ങനെയാണ് അപ്പൊല്ലോസിനെ നാം കാണുന്നത്. മാത്രമല്ല 18-ാം അധ്യായം നാം വായിക്കുമ്പോൾ തന്നെക്കുറിച്ചുള്ള ഒരു നല്ല വിശദീകരണം നാം കാണുന്നുണ്ട്. ദൈവവചനത്തിൽ, തിരുവെഴുത്തിൽ നല്ല നൈപുണ്യമുള്ളവനായിരുന്നു. അത് മാത്രമല്ല വാഗ്വൈഭവമുള്ളവനായിരുന്നു. തന്നെയുമല്ല അവിടെ പറയുന്നുണ്ട് താൻ വിശ്വാസികളെ ഉറപ്പിച്ചു. വിശ്വാസികളെ. ആ വാക്യമൊക്കെ എടുത്ത് വായിക്കേണ്ടതാണെങ്കിലും വായിച്ചു കേൾപ്പിക്കുവാനായിട്ട് സമയമില്ല. നിങ്ങൾ പിന്നീട് പോയി വായിച്ചോണ്ടാൽ മതി. അപ്പോൾ അവരാണ് ഇടയോപദേഷ്ടാക്കന്മാർ. പൊതുസഭയ്ക്ക് ഈ കാര്യത്തിനായി ദൈവം എഴുന്നേൽപ്പിച്ചിരിക്കുന്ന വ്യക്തികൾ, ശുശ്രൂഷകർ. അവരെയാണ് ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. ഇടയോപദേഷ്ടാക്കന്മാർ വ്യക്തമായെന്ന് വിചാരിക്കുന്നു. എന്തിനായി നൽകിയിരിക്കുന്നു? ദൈവജനം, വിശ്വാസികൾ തലയെന്ന ക്രിസ്തുവിനോളം, അല്ലെങ്കിൽ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടതിനായി.
ഇനി നമുക്ക് സ്ഥലം സഭയോടി മനസ്സിലേക്ക് ഒന്ന് കൊണ്ടുവരാം. സ്ഥലം സഭയിൽ അങ്ങനെ പ്രത്യേക ശുശ്രൂഷകൾ എന്തെല്ലാം നാം കാണുന്നുണ്ട്. നാം 1 തിമോത്തിയോസ് 1-ാം അധ്യായം വായിക്കുമ്പോൾ അധ്യക്ഷന്മാരെ കുറിച്ച് നാം കാണുന്നു. ആ അധ്യക്ഷന്മാരെന്നുള്ളത് മൂപ്പന്മാരെ കുറിക്കുന്നതാണ്. അതിൻ്റെ 8-ാം വാക്യത്തിൽ ശുശ്രൂഷകന്മാരെ നാം കാണുന്നു. ശുശ്രൂഷകന്മാരെന്ന് പറഞ്ഞാൽ ആരാണ്? സാധാരണ ശുശ്രൂഷകന്മാരെന്ന് നാം പറഞ്ഞാൽ ആ വചന ശുശ്രൂഷയാണ് നാം പ്രധാനമായിട്ടും മനസ്സിൽ കാണുക. ഇല്ല, അവിടെ ശുശ്രൂഷകന്മാരെന്ന് പറയുമ്പോൾ സഭയുടെ, സ്ഥലം സഭയുടെ ഭൗതിക കാര്യങ്ങൾ നോക്കുന്നവർ. പിന്നെ 11-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ശുശ്രൂഷക്കാരത്തികളെ കുറിച്ച് നാം കാണുന്നുണ്ട്. ശുശ്രൂഷക്കാരത്തികൾ, സഹോദരിമാർ, പ്രത്യേക ശുശ്രൂഷകൾ ലഭിച്ചിട്ടുള്ള സഹോദരിമാർ. അവർ പഠിപ്പിക്കുകയും സ്ഥലം സഭയെ നയിക്കുകയും ചെയ്യുക എന്നുള്ളത് നിഷിദ്ധമാണ്. അതിലേക്ക് ഞാനിപ്പോൾ പോകുന്നില്ല. എന്നാൽ അതൊഴിച്ച് മറ്റുള്ള ശുശ്രൂഷകളുണ്ട്. അതിഥി സൽക്കാരമാവാം, സഭയുടെ ഹാളിൻ്റെ ഒക്കെ ക്രമീകരണമാവാം. അത് മാത്രമല്ല, ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതാവാം, സഹോദരിമാരോട് കുടുംബങ്ങളോടുള്ള ശുശ്രൂഷകളാവാം, വ്യക്തിപരമായി സഹോദരന്മാരോടുമുള്ള ശുശ്രൂഷകളാവാം. അനവധിയുണ്ട്. അവയെല്ലാം അതിൽപ്പെടുന്നതാണ്. അപ്പോൾ ശുശ്രൂഷക്കാരത്തികളുമുണ്ട്. അപ്പോൾ ആ അധ്യായത്തിൽ, ആ 1 തിമോത്തിയോസ് 3-ാം അധ്യായത്തിൽ 3 ശുശ്രൂഷകൾ നാം കാണുന്നുണ്ട്. എഫേസ് ലേഖനം 4:11 എത്ര നാം കണ്ടു? പറഞ്ഞാട്ട് 4 ശുശ്രൂഷകൾ നാം കണ്ടു. ഇപ്പോൾ ഞാൻ പ്രസ്താവിച്ചത് സ്ഥലം സഭയോടുള്ള ബന്ധത്തിലുള്ളത് എത്രമാത്രം? എത്രയാണ് ആ എണ്ണം? 3 എണ്ണം ഞാൻ ഓർപ്പിച്ചു. 4 3 എത്രയാ? 7. സ്ഥലം സഭ അല്ലെങ്കിൽ ദൈവജനത്തിൻ്റെ ആ സന്ധാരണത്തിനായി, അവർ തല എന്ന ക്രിസ്തുവിനോളം വളരേണ്ടതിനായി, ഈ ഉത്തമമായിട്ടുള്ള ഉന്നതമായിട്ടുള്ള കാര്യം അവരുടെ ജീവിതത്തിൽ സാധ്യമാകേണ്ടതിനായി ദൈവം നൽകിയിട്ടുള്ള പൂർണ്ണതയുള്ള പ്രൊവിഷൻസ് ആണ്, കൃപാദാനങ്ങളാണ് ഇതിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്. 7 പൂർണ്ണതയുടെ ചിത്രമാണല്ലോ. ഇനിയും അതോടുള്ള ബന്ധത്തിൽ കൃപാദാനങ്ങൾ, കൃപാവരങ്ങളെക്കുറിച്ച് പറയുമ്പോൾ മറ്റൊരു കാര്യം നാം ഓർക്കണം. എഫേസ് ലേഖനം 4:7 മടങ്ങി വരുമ്പോൾ ചിലർക്ക് മാത്രമല്ല അവൻ ഇത് നൽകിയിട്ടുള്ളത്, എന്നാൽ നമ്മിൽ, അടുത്ത വാക്കെന്താ? ഓരോരുത്തന് എന്ന് വെച്ചാൽ കൃപാവരങ്ങൾ ലഭിക്കാത്ത ആരുമില്ല. ആ കൃപാവരങ്ങൾ ലഭിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും കൃപാവരങ്ങൾ ലഭിച്ചിട്ടുണ്ട്. ഇപ്പോൾ നാം കണ്ടതുപോലെ പ്രത്യേകമായിട്ടുള്ള ശുശ്രൂഷകൾ ഉണ്ടാവാം. എന്നാൽ അതിൻ്റെ അർത്ഥം അവർക്കേ ഈ കൃപാദാനങ്ങൾ ഉള്ളൂ എന്നല്ല. ദാനങ്ങൾ അല്ലെങ്കിൽ വരങ്ങൾ, ആത്മീയ വരങ്ങൾ എല്ലാവർക്കും നൽകിയിട്ടുണ്ട്. റോമാലേഖനം 12-ാം അധ്യായം, 1 കൊരിന്ത്യർ 12-ാം അധ്യായം, അതുപോലെ 1 പത്രോസ് 4-ാം അധ്യായം 10, 11 ഇവിടെയൊക്കെ വായിക്കുമ്പോൾ അതിൻ്റെ വിശദീകരണങ്ങൾ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. അവയിലേക്ക് പോവുക എന്നുള്ളത് നമ്മുടെ ഉദ്ദേശമല്ലല്ലോ. എന്നാൽ ഓർക്കുക, കൃപാവരങ്ങൾ ലഭിക്കാത്ത ആരുമില്ല. എല്ലാവർക്കും അത് ലഭിച്ചിട്ടുണ്ട്. എന്തിനായിട്ടാണ് ഇത് തന്നിരിക്കുന്നത്? ഇത് ലഭിച്ചിരിക്കുന്നത് എനിക്കെന്ത് കൃപാവരമാണ് എന്ന് ഞാൻ മനസ്സിലാക്കണം. മനസ്സിലാക്കുക മാത്രമല്ല, അത് ദൈവജനത്തിൻ്റെ നന്മയ്ക്കും അതുപോലെ മറ്റുള്ളവരുടെ അനുഗ്രഹത്തിനുമായിട്ട് ഞാനത് ഉപയോഗിക്കണം. ഒന്നിച്ച് കർത്താവിനായി വളരണം. അതിനായിട്ടാണ് ഉയർത്തപ്പെട്ട കർത്താവ് മനുഷ്യർക്ക്, തൻ്റെ ജനത്തിന് എന്ത് കൃപാദാനങ്ങളെ നൽകിയിരിക്കുന്നത്. ഞാൻ പറഞ്ഞു വന്നത് മനസ്സിലായത് വിചാരിക്കുന്നു. തിരുവചനത്തിലെ, പുതിയ നിയമത്തിലെ പ്രാധാന്യമുള്ള ഒരു വിഷയമാണ്. വീണ്ടെടുപ്പിൻ വേലയുടെ ഭാഗമാണത്. വീണ്ടെടുപ്പിൻ വേല പ്രാധാന്യമുള്ളതാണെങ്കിൽ ഇതും പ്രാധാന്യമുള്ളതാണ്. അലക്ഷ്യമായിട്ട് എടുക്കേണ്ടതല്ല. രക്ഷിക്കപ്പെട്ട എല്ലാവർക്കും എന്തുണ്ട്? കൃപാവരങ്ങളുണ്ട്. ഓരോരുത്തന്, സഹോദരന്മാർക്കും സഹോദരിമാർക്കും എല്ലാവർക്കും ഉണ്ട്. അതിൽ വൈവിധ്യമുണ്ട്. ഒരാൾക്കുള്ളതല്ല മറ്റൊരാൾക്ക്. പൗലോസ് പലയിടത്തും അതേക്കുറിച്ച് പറയുന്ന എല്ലായിടത്തും താൻ ശരീരത്തിൻ്റെ സദൃശ്യം കൊണ്ടുവരുന്നുണ്ട്. ശരീരത്തിന് വിവിധമായിട്ടുള്ള അവയവങ്ങൾ ഉള്ളതുപോലെ സഭയിൽ വിശ്വാസികൾക്ക് വിവിധമായിട്ടുള്ള വരങ്ങളുണ്ട്. അതെന്തെന്ന് നാം മനസ്സിലാക്കണം. എങ്ങനെ മനസ്സിലാക്കാമത്? എനിക്ക് ലഭിച്ചിരിക്കുന്ന വരങ്ങളെന്ത്? എങ്ങനെ മനസ്സിലാക്കാം? അതിങ്ങനെ പറയാം. നമുക്കുള്ള സ്വാഭാവികമായിട്ടുള്ള കഴിവുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം? വരങ്ങളെന്ന് പറയുന്നത് ആത്മീയമായിട്ടുള്ള കഴിവാണ്. രക്ഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തിയെക്കൊണ്ട് കർത്താവ് എന്തുദ്ദേശിക്കുന്നുവോ അത് സാധ്യമാകുവാൻ തക്കവണ്ണം
അവന് നൽകുന്ന പ്രത്യേക ആത്മീയ കഴിവാണ്. ആത്മാവ് മുഖാന്തരം അവന് നൽകപ്പെടുന്ന പ്രത്യേക കഴിവാണ്. അതെന്താണെന്ന് മനസ്സിലാക്കി അവനത് വർദ്ധിപ്പിക്കണം, വളർത്തണം. അങ്ങനെ ദൈവനാമ മഹത്വത്തിനായി, മറ്റുള്ളവരുടെ നന്മയ്ക്കായി ഉപയോഗിക്കണം. അപ്പോൾ കൃപാവരങ്ങൾ എന്ന് പറയുന്നത് അതാ. അതെന്താണ് നമുക്ക് ലഭിച്ചിരിക്കുന്നതെന്ന് എങ്ങനെ മനസ്സിലാക്കാം? അതിനാണ് ഞാനിപ്പോൾ പറഞ്ഞത്, നമ്മുടെ സ്വാഭാവിക കഴിവുകൾ എങ്ങനെ നമുക്ക് മനസ്സിലാക്കാം. ഉദാഹരണത്തിന് പാടുവാനുള്ള കഴിവ്. എനിക്ക് പാടാൻ അറിയാമോ, ഒക്കുമോ ഇല്ലയോ എന്നെങ്ങനെ അറിയാൻ സാധിക്കും? പാടി നോക്ക്. മറ്റൊരു കഴിവാണ് ഓടാനും ചാടാനും ഒക്കെയുള്ള കഴിവ്, ആത്ലറ്റിക് എബിലിറ്റി. എനിക്ക് ഓടാൻ ഒക്കുമോ എന്നെങ്ങനെ അറിയാം? 40 ദിവസം ഉപവസിക്കണോ? മറ്റുള്ളവരോട് പ്രാർത്ഥിക്കാൻ പറയണോ? ഒന്നും വേണ്ട. ഗ്രൗണ്ടിലോട്ട് പോയി ഒന്ന് ഓടി നോക്കിയാൽ മതി. എവിടെയെങ്കിലുമൊക്കെ ഒരു കോമ്പറ്റീഷന് ചേർന്നൊന്ന് ഓടി നോക്കണം. ഓടാൻ അറിയാമോ എന്ന് അപ്പോൾ അറിയാൻ ഒക്കും. ആ പ്രമാണം തന്നെ ഈ ആത്മീയ തലത്തിലേക്ക് കൊണ്ടുവന്ന് പ്രയോഗിക്കുക. എങ്ങനെ അറിയാം ആത്മീയ കഴിവ് എങ്ങനെയാണെന്നുള്ളത്? നിന്റെ താല്പര്യം ആദ്യം നോക്കുക. നമ്മെക്കുറിച്ച് എന്തെങ്കിലും ദൈവം ഉദ്ദേശിച്ചിട്ടുണ്ടെങ്കിൽ, എന്തെങ്കിലും ചെയ്യിക്കണമെങ്കിൽ ആദ്യം കർത്താവ് ചെയ്യുന്നത് എന്താ? നമ്മുടെ ഉള്ളിൽ അതിനുള്ള താല്പര്യം തരും, ഇച്ഛ തരും. ഇച്ഛിക്ക എന്നതും പ്രവർത്തിക്ക എന്നതും ദൈവമുള്ളോ തിരുവള്ളമുള്ള ഉണ്ടായി ചെയ്യുന്നതെന്നുള്ള പ്രയോഗം നാം കാണുന്നുണ്ട്. പ്രവർത്തിക്ക് മുൻപ് ഇച്ഛ അവൻ ഉള്ളിൽ നൽകും. അപ്പോൾ എൻ്റെ ആഗ്രഹം എന്താ? ജഡികമായിട്ടുള്ള ആഗ്രഹമല്ല. പിന്നെ ദൈവസന്നിധിയിൽ ആത്മീയമായി നാം കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ ആ നിലയിൽ കർത്താവ് ഉള്ളിൽ തന്നിരിക്കുന്ന ആഗ്രഹമെന്താ? ആദ്യം അത് നോക്കുക. അത് നോക്കിയതിന് ശേഷം അത് ചെയ്യുവാനുള്ള കൃപ, കഴിവെനിക്ക് ദൈവം തന്നിട്ടുണ്ടോ? അത് നോക്കുക. ഈ രണ്ടിനും ടിക്ക് മാർക്ക് നമുക്ക് ചെയ്യുവാൻ സാധിക്കുമെങ്കിൽ, അതെ അതുണ്ടെന്ന് പറയുവാൻ സാധിക്കുമെങ്കിൽ, ഇന്ന കാര്യത്തിനായിട്ട് ദൈവം എനിക്കൊരു ഭാരം നൽകിയിരിക്കുന്നു, അല്ലെങ്കിൽ മറ്റുള്ളവരെ സഹായിക്കുവാൻ, കരുണ കാണിക്കുവാൻ, അതും ഒരു കൃപാവരമാണ്. അതിന് ദൈവം എനിക്കൊരാഗ്രഹം തന്നിരിക്കുന്നു, മാത്രമല്ല എനിക്കത് കഴിയും എന്നുള്ള ചിന്തയുണ്ടോ? ആരംഭിക്കാതെ ചെയ്യുവാൻ. അല്ലെങ്കിൽ ദൈവജനത്തെ വചനം പഠിപ്പിക്കുവാൻ ഉള്ളിൽ എനിക്കൊരാഗ്രഹം, അത് പറയുവാനുള്ള കഴിവ്, ആത്മീയ പരിജ്ഞാനം, വചനത്തെക്കുറിച്ചുള്ള ആ അറിവ് എനിക്കുണ്ട് എങ്കിലൊന്ന് ചെയ്യുക. പഠിപ്പിച്ചു നോക്കുക. അപ്പോൾ അങ്ങനെ പഠിപ്പിക്കുമ്പോൾ ചെയ്യേണ്ട മറ്റൊരു കാര്യമുണ്ട്. ഞാൻ ഈ ചെയ്യുന്നത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നുണ്ടോ? പ്രയോജനമാകുന്നില്ലേ, തുടരണ്ട. അത് അവിടെ അങ്ങ് നിർത്തിയാൽ മതി. നിങ്ങളുടെ വിചാരം ആ കൃപാവരം ലഭിച്ചെന്ന്, അതൊന്നും കിട്ടിയിട്ടൊന്നുമില്ല. അല്ലെങ്കിൽ സമയമായിട്ടില്ല, പിന്നെ കർത്താവ് ഉപയോഗിച്ചോളും. മോശയ്ക്കും ഒരു ചിന്തയുണ്ടായിരുന്നു, തന്നെക്കുറിച്ചുള്ള ദൈവത്തിൻ്റെ ഇഷ്ടം ഇപ്പോൾ 40-ാം വയസ്സിൽ ചെല്ലുകയാണെന്ന്, ആ കാര്യങ്ങൾ ചെയ്യുകയാണെന്ന്. എത്ര വർഷം കൂടെ പിന്നെ കാത്തിരിക്കേണ്ടി വന്നു? പിന്നെ 40 വർഷം കാത്തിരിക്കേണ്ടി വന്നു. ചിലപ്പോൾ സമയമായിട്ടില്ലായിരിക്കാം. അപ്പോൾ നമുക്കുള്ള ആഗ്രഹം, നമുക്കുള്ള കഴിവ്, ഇവ വെച്ച് നാം ദൈവജനത്തിന് ശുശ്രൂഷിക്കുമ്പോൾ അത് മറ്റുള്ളവർക്ക് പ്രയോജനമാകുന്നില്ലെങ്കിൽ ദൈവസന്നിധിയിൽ വീണ്ടും വരിക, കാത്തിരിക്കുക. അല്ല, പ്രയോജനമാകുന്നുണ്ടെങ്കിൽ അതിൽ മുതിർന്നു വരിക. എങ്ങനെ അറിയാം പ്രയോജനമാകുന്നുണ്ടെന്നുള്ളത്? അവർ നമ്മോട് പറയും. ഇല്ലെങ്കിൽ അവസരം ദൈവം വീണ്ടും വീണ്ടും തുറക്കും. അപ്പം മനസ്സിലാകണം, ഇത് ദൈവജനത്തിന് പ്രയോജനമാകുന്നു. അത് ദൈവത്തിൻ്റെ മഹത്വത്തിനായി നാം ചെയ്ത് മുൻപോട്ട് പോകണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. പ്രിയമുള്ളവരെ, ഇത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. സ്ഥലം സഭകൾ നോക്കിയാൽ ഒരു ചെറിയ കൂട്ടം, ഞാൻ സാധാരണ പറയാറുള്ളത് ഒരു 10%, ഒരു 50 പേരുണ്ടെങ്കിൽ 5 പേർ അവിടെ ആക്റ്റീവായിരിക്കും, പല കാര്യങ്ങൾ ചെയ്യുന്നവരായിരിക്കും. പിന്നെ എത്ര ബാക്കിയുണ്ട്? 45 എണ്ണവും റിസീവിങ് എൻഡിലാണ്. ഞങ്ങൾക്ക് പ്രത്യേക ശുശ്രൂഷയൊന്നുമില്ല. പിന്നെ ഈ ശുശ്രൂഷകളൊക്കെ സ്വീകരിക്കുന്ന അവർ ചെയ്യുമ്പോൾ എന്തെങ്കിലും ആരും വേണമല്ലോ സ്വീകരിക്കാൻ, ഇല്ലേ? അതുമാത്രമാണ് ഞങ്ങളെക്കുറിച്ചുള്ള വരം, ഞങ്ങളെക്കുറിച്ചുള്ള ദൈവം ഉദ്ദേശിച്ചിരിക്കുന്നത്. ഇല്ല, 50 പേരുണ്ടെങ്കിൽ 50 പേർക്കും ശുശ്രൂഷകളുണ്ട്. നമ്മുടെ ശരീരം തന്നെ നോക്കുക, പല അവയവങ്ങളുണ്ട്, അവയ്ക്കെല്ലാം ശുശ്രൂഷകളുണ്ട്, വേല ചെയ്യുവാനുണ്ട്. അപ്പോഴാണ് ശരീരം വളരുന്നത്, അപ്പോഴാണ് മറ്റുള്ള അവയവങ്ങൾക്ക് പ്രയോജനമുണ്ടാവുന്നത്. ഈ കൈക്കുള്ള കഴിവെന്ന് പറയുന്നത് ഈ കൈക്കായിട്ടല്ല, മറ്റുള്ള അവയവങ്ങൾക്കായിട്ടാ, ശരീരത്തിൻ്റെ പൊതുവായിട്ടുള്ള ഗുണത്തിനായിട്ടാ.
അതേ നിലയിൽ ഓരോ വിശ്വാസിയും ഓർക്കണം. അവൾ എന്താണ് ലഭിച്ചിരിക്കുന്നത് എന്നുള്ളത് മനസ്സിലാക്കി അത് ഉപയോഗിക്കുന്നത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. നാം ആദ്യം കണ്ടത് പൗലോസിക്കാര്യം വെളിവാക്കുവാൻ, വ്യക്തമാക്കുവാൻ ഉപയോഗിച്ച സദൃശ്യം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പിന്നീട് നാം കണ്ടത് അതിനായിട്ട് ഉള്ള കൃപാദാനങ്ങൾ, ദ കണ്ടൻസ് ഓഫ് ദറ്റ് പ്രൊവിഷൻ. ഞാൻ വിശദീകരിച്ചതനുസരിച്ച് അതിൽ നിന്നും ആരും ഔട്ടായിട്ടില്ല, എല്ലാവരും അതിലുണ്ട്. എല്ലാവർക്കും എന്തുണ്ട്? കൃപാദാനങ്ങൾ നൽകിയിട്ടുണ്ട്. ഇവിടെ ഈ പ്രത്യേകമായിട്ടുള്ള സാഹചര്യത്തിൽ ഈ 4 കാര്യങ്ങൾ മാത്രമാണ് നാം കാണുന്നത്. എന്നാൽ കൃപാവരങ്ങളില്ലാത്ത ആരുമില്ല. നമുക്ക് എന്ത് ലഭിച്ചിരിക്കുന്നു അത് മനസ്സിലാക്കി ദൈവനാമ മഹത്വത്തിനായി നാം ഉപയോഗിക്കേണ്ടതേറെ ആവശ്യമാണ്. ഇനിയും അടുത്ത പോയിന്റിലേക്ക് വരാം. ഇതൊക്കെ ദൈവം തന്നിരിക്കുന്നത് എന്തുദ്ദേശത്തോടു കൂടിയാ? ദൈവജനം തലയോളം വളരുവാൻ. അത് നാം ആവർത്തിച്ച് പറയുന്നുണ്ട്. എന്നാൽ പൗലോസ് ഇവിടെ പറയുന്ന കാര്യം നമുക്കൊന്ന് ശ്രദ്ധിക്കാം. 11-ാം വാക്യം വരെയാണ് നാം വന്നത്. അടുത്ത വാക്യം ഏതാ? 12-ാം വാക്യമാണ് അടുത്തത്. എന്നാൽ 11-ാം വാക്യത്തോട് ചേർന്നുള്ളത് മലയാളത്തിലെ തർജ്ജമ കാണുന്നത് പോലെ 12-ാം വാക്യമല്ല, 13-ാം വാക്യത്തിൽ പറഞ്ഞിരിക്കുന്ന കാര്യമാണ്. ഇംഗ്ലീഷിലും അതുപോലെ ഗ്രീക്കിലുമൊക്കെ നോക്കിയാൽ മലയാളത്തിൽ കാണുന്ന 11-ാം വാക്യത്തിന് ശേഷം കാണുന്നത് 13-ാം വാക്യത്തിൽ കാണുന്ന കാര്യമാണ്. മലയാളത്തിൽ 12-ാം വാക്യത്തിൽ കാണുന്നത് 14-ാം വാക്യത്തോട് ചേർന്ന കാര്യങ്ങളാണ്. കർത്താവ് അനുവദിച്ചാൽ അത് നാം നാളെ 12-ാം വാക്യം 14-നോട് ചേർന്ന് നാം ചിന്തിക്കുന്നതാണ്. 11-ാം വാക്യത്തെ തുടർന്ന് വരുന്നത് 13-ാം വാക്യത്തിൽ കാണുന്ന കാര്യമാണ്. അതുകൊണ്ട് 13-ാം വാക്യത്തിലേത് നാം ഇപ്പോൾ ചിന്തിക്കുവാനായിട്ട് പോവുകയാണ്. എന്താ 13-ാം വാക്യത്തിൽ നാം കാണുന്നത്? ഞാൻ തന്നെ വായിക്കാം. 12-ാം വാക്യത്തിൻ്റെ ആരംഭത്തിൽ അത് എന്നുള്ള പ്രയോഗം ശ്രദ്ധിക്കുക. അത്. ഇനിയും 13-ാം വാക്യത്തിലേക്ക് വരിക. അത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. ഞാനത് വീണ്ടും വായിക്കാം. 7 മുതൽ 10 വരെയുള്ള വാക്യങ്ങളിൽ കൃപാദാനത്തിൻ്റെ സദൃശ്യം നാം കണ്ടു. 11-ാം വാക്യത്തിൽ എന്ത് കണ്ടു? കൃപാദാനങ്ങൾ, ദ കണ്ടൻസ്, അത് നാം കണ്ടു. ഇനിയും 13-ാം വാക്യത്തിൽ നാം കാണുന്നത് ഈ തന്നതിൻ്റെ ഉദ്ദേശമാണ്. ഉദ്ദേശം പൊതുവെ പറഞ്ഞാൽ തലയോളം വളരുക എന്നുള്ളതാണ്. എന്നാൽ പൗലോസ് അവിടെ വിശദീകരിക്കുക. 13-ാം വാക്യത്തിൽ എന്താ നാം കാണുന്നത്? വീണ്ടും വായിക്കാം. 12-ാം വാക്യത്തിൽ ഒരു വാക്ക് നാം എടുക്കുക, അത് എന്ന് വെച്ചാൽ ഇതൊക്കെ തന്നത്. 13-ാം വാക്യം വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള ശുശ്രൂഷയുടെ വേലയ്ക്കും ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മിക വർധനയ്ക്കുമാകുന്നു. 3 കാര്യങ്ങൾ ഇവിടെ നാം കാണുന്നുണ്ട്. 1, വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. 2, ശുശ്രൂഷയുടെ വേല. 3, ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മിക വർധന. എന്തിനീ കൃപാദാനങ്ങൾ? ഈ 3 കാര്യത്തിന്. 1, വിശുദ്ധന്മാരെന്ന് പറയുന്നത് വിശ്വാസികളെ കുറിക്കുന്നതാണെന്ന് ഞാൻ പറയുവാൻ ആവശ്യമില്ല, നമുക്കറിയാം. വിശ്വാസികൾ യഥാസ്ഥാപനം അവരിലുണ്ടാവണം. 2, ശുശ്രൂഷയുടെ വേലയുണ്ടാവണം. 3, ആത്മിക വർധനയുണ്ടാവണം. നമുക്ക് വളരെ സമയം മുൻപിലില്ല. ഈ 3 ഒന്ന് ചുരുങ്ങിയ നിലയിൽ ഞാൻ വിശദീകരിക്കട്ടെ. ആദ്യത്തേതിലേക്ക് ശ്രദ്ധ കൊണ്ടുവരാം. വിശുദ്ധന്മാരുടെ യഥാസ്ഥാനത്വത്തിനായുള്ള, അല്ലെങ്കിൽ വിശ്വാസികളുടെ യഥാസ്ഥാപനം. എന്താ ഇതിൻ്റെ അർത്ഥം? ഇവിടെ യഥാസ്ഥാപനത്തിന് ഉപയോഗിച്ചിരിക്കുന്ന ഗ്രീക്ക് വാക്ക് പല കാര്യങ്ങൾക്ക് ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനുള്ള ഒരു വാക്കാണ്. നാം ഇങ്ങനെ വിചാരിക്കുക, നമ്മുടെ കൈയുടെ കുഴ തെറ്റിയെന്ന് വിചാരിക്കുക. ചിലപ്പോൾ രാത്രി കിടക്കുമ്പോഴൊക്കെ കൈയുടെ കുഴ തെറ്റുമല്ലോ. നമ്മൾ പിന്നെ എന്ത് ചെയ്യും? തന്നൊക്കെ ശരിയാകാനായിട്ട് നോക്കും. ഒത്തില്ലെങ്കിൽ ഡോക്ടറുടെ അടുക്കൽ പോകും. അവരെന്ത് ചെയ്യും? വെട്ടിക്കളയുമോ? ഇല്ല, അവർ അത് കുഴയിൽ തിരിച്ച് പിടിച്ചിടും. നമുക്കൊക്കെ അറിയാവുന്നതാണ്. അല്ലെങ്കിൽ മറ്റൊരു ഉദാഹരണം നോക്കുക. നമ്മുടെ കൈക്കൊരു ഒടിവുണ്ടായെന്ന് വിചാരിക്കുക. നാം ഡോക്ടറുടെ അടുക്കൽ പോകുന്നു. ഡോക്ടർ ആ ഒടിഞ്ഞതൊക്കെ നേരെയാക്കി
അത് വേണ്ട ശുശ്രൂഷകൾ അതിന് ചെയ്യുന്നു. ഈ ക്രിയകൾക്ക് ഉപയോഗിച്ചിരിക്കുന്ന വാക്കാണിത്, യഥാസ്ഥാപനം. കുഴയിൽ പിടിച്ചിടുക, ഒടിഞ്ഞതൊക്കെ നേരെയാക്കുക. ഇനി വേറൊരു പ്രായോഗികതയുമുണ്ട്. അതിതാണ്, മീൻപിടുത്തക്കാർ അവർ വല ഉപയോഗിച്ച് മീൻ പിടിക്കുന്നു. ഒരു മീൻപിടുത്തം കഴിഞ്ഞതിന് ശേഷം അവർ കരയിൽ ആ വല കൊണ്ടുവന്ന് എന്ത് ചെയ്യും? അതിൻ്റെ കണ്ണികളൊക്കെ അവർ വീണ്ടും കെട്ടും. ഒന്ന് മീൻപിടുത്തം കഴിയുമ്പോൾ അങ്ങും ഇഞ്ഞുമൊക്കെ അതിൻ്റെ കണ്ണികൾ പൊട്ടിയിരിക്കും. ആ പൊട്ടിയ അവസ്ഥയിൽ വീണ്ടും അത് മീൻ പിടിക്കുവാനായിട്ട് സാധ്യമല്ല. അവർ കരയിൽ വന്ന് അതിൻ്റെ കണ്ണികളൊക്കെ വീണ്ടും കെട്ടും. അങ്ങനെ പൊട്ടിപ്പോയ കണ്ണികൾ വീണ്ടും കെട്ടുന്നതിന് അല്ലെങ്കിൽ വല റിപ്പയർ ചെയ്യുന്നതിന് ഉപയോഗിക്കുന്ന വാക്കാണിത്, യഥാസ്ഥാപനം. വിശ്വാസ ജീവിതത്തിൽ ചിലപ്പോൾ ഈ അവസ്ഥകളൊക്കെ നമുക്കുണ്ടാകാം. ചിലപ്പോൾ കുഴ തെറ്റിപ്പോവും, ചിലപ്പോൾ അങ്ങും ഇങ്ങൊക്കെ ഒടിവുണ്ടാവും, വലയുടെ കണ്ണിയൊക്കെ ചിലപ്പോൾ അങ്ങും ഇങ്ങുമൊക്കെ പൊട്ടിപ്പോകാം. ഞാൻ പറഞ്ഞതിൻ്റെ അർത്ഥം മനസ്സിലായെന്ന് വിചാരിക്കുന്നു. കൈയുടെ കുഴ പോകുമ്പോൾ അല്ലെങ്കിൽ കൈയൊന്ന് ഒടിഞ്ഞാൽ ആ കൈ അങ്ങ് വെട്ടിക്കളയുകയല്ല നാം ചെയ്യുന്നത്. വലയൊന്ന് പൊട്ടിയാൽ വല അങ്ങ് കളഞ്ഞേക്കാം, പുതിയത് വാങ്ങാം എന്നല്ല നാം ചെയ്യുന്നത്. അതിന് വേണ്ടി റിപ്പയർ ചെയ്യും, അതിന് വേണ്ടി ട്രീറ്റ്മെൻറ്റ് ചെയ്യും. വിശ്വാസ ജീവിതത്തിലും അത് ആവശ്യമാണ്. ചിലപ്പോൾ കൈയൊടിഞ്ഞ വിശ്വാസികൾ, കൈയൊടിഞ്ഞ ആത്മീയ നിലയിലാണ് ഞാൻ പറയുന്നത്, അവർ കൂട്ടങ്ങളിലേക്ക് ചിലപ്പോൾ വരാം, ചിലപ്പോൾ വന്നില്ലെന്നും വരാം, മിക്കവാറും മാറിയൊക്കെ അങ്ങ് നിൽക്കുന്ന അവസ്ഥ ഉണ്ടാവാം. എന്നാൽ മറ്റുള്ള വിശ്വാസികൾ, പ്രത്യേകിച്ച് സ്ഥലം സഭയുടെ നേതൃത്വം ആ ആവശ്യം മനസ്സിലാക്കണം. വിശ്വാസികളുടെ ആത്മീക പൾസ് നേതൃത്വം മനസ്സിലാക്കണം. നേതൃത്വം മാത്രമല്ല, ഞാനിപ്പോൾ വിശദീകരിച്ചതുപോലെ എല്ലാവർക്കും തമ്മിൽ കാക്കുവാനുള്ള ഉത്തരവാദിത്വമുണ്ട്. മറ്റുള്ളവരുടെ ആത്മീയ അവസ്ഥ നാം മനസ്സിലാക്കണം. മാത്രമല്ല, എവിടാണ് ഒടിവ് പറ്റിയത് അതിനുള്ള ട്രീറ്റ്മെൻറ്റ് ചെയ്യണം. കൈ ഒടിഞ്ഞ കുഴ തിരിച്ചിട്ടാൽ ഇടാൻ പോകേണ്ട ആവശ്യമില്ല, അതിനുള്ള ട്രീറ്റ്മെൻറ്റാണ് കൊടുക്കേണ്ടത്. ആ നിലയിൽ എന്താണ് ആവശ്യമെന്ന് നോക്കി കർത്താവ് തന്നിരിക്കുന്ന വരമനുസരിച്ച് ദൈവത്തിൻ്റെ ആ കൃപയിലുള്ള ആശ്രയത്തിൽ അതിനുവേണ്ട പരിഹാരം ആ ജീവിതത്തിൽ ഉണ്ടാക്കണം. കണ്ണികൾ പൊട്ടിപ്പോയ വല ഓർക്കുക, മീൻ പിടിക്കാൻ ഇനി അതിനെ കൊള്ളുകയില്ല. എത്ര മീൻ അകത്ത് വന്നാലും പുറത്തു പോകും വലിക്കുമ്പോഴേക്കും. ഗുണമില്ലാത്ത ജീവിതം, അങ്ങനെയുള്ള ജീവിതങ്ങൾ നമ്മുടെ മധ്യയുണ്ട്. അവരുടെ അരികിലേക്ക് ചെന്ന് നാം അവരുടെ ജീവിതത്തെ പണിയുക, റിപ്പയർ ചെയ്യുക. ഇത് ഓരോ വിശ്വാസിയുടെയും ഉത്തരവാദിത്തമാണ്. അങ്ങനെയുള്ള കാര്യങ്ങൾ എങ്ങനെ ഡീൽ ചെയ്യണമെന്നുള്ളത് തിരുവചനത്തിൽ വ്യക്തമായിട്ടുള്ള നിർദ്ദേശങ്ങളുണ്ട്. അതിനനുസാരമായി നാം കാര്യങ്ങൾ ചെയ്യണം. ഒടിഞ്ഞ ഒന്നും സാരമില്ല, കുഴ തെറ്റി അങ്ങനെ ഇരുന്നോട്ട്, കുഴപ്പമൊന്നുമില്ല എന്ന് പറഞ്ഞ് നമ്മൾ ആരെയും ആശ്വസിപ്പിക്കാറില്ല, ഉണ്ടോ? അതിനുള്ള പരിഹാരം നാം കാണും. ഞാൻ പറഞ്ഞു വന്നത്, ഓരോ കാര്യത്തിനും എങ്ങനെ പരിഹാരം കാണണമോ അതിനനുസരിച്ച് നാം സഹായിക്കണം തമ്മിൽ. എവിടെയെങ്കിലും മുങ്ങിപ്പോയാൽ നീ എങ്ങനെയും എവിടെയെങ്കിലും പൊങ്ങിക്കോ എന്ന് പറഞ്ഞ് നാം ഒരിക്കലും പറയാറില്ല. ആവശ്യമായിട്ടുള്ള തിരുത്തലുകൾ വരുത്തി യഥാസ്ഥാനപ്പെടുത്തുവാൻ, തമ്മിൽ യഥാസ്ഥാനപ്പെടുത്തുവാൻ. ഇന്ന് മറ്റൊരാൾക്കാണ് ആവശ്യമെങ്കിൽ നാളെ നമുക്കാവാം. കാരണം വി ആർ പ്രോൺ ടു എർ. നാം വീഴുവാൻ സാധ്യതയുള്ള ജഡത്തിലാണ്, ശരീരത്തിലാണ്, അവസ്ഥകളിലാണ് ജീവിക്കുന്നത്. അപ്പോൾ ഈ ശുശ്രൂഷ, യഥാസ്ഥാനപ്പെടുത്തുവാനുള്ള ശുശ്രൂഷ ഏറെ ആവശ്യമാണ്. ആ കാര്യം ചെയ്യാനായിട്ടാണ് കൃപാവരം നിനക്ക് തന്നിരിക്കുന്നത്. കൃപാദാനങ്ങൾ നമുക്ക് തന്നിരിക്കുന്നതിൻ്റെ ഉദ്ദേശം അതാ. ഞാൻ ചിലപ്പോൾ പറയും, ആ ബ്രദർ, ആ സിസ്റ്റർ യോഗത്തിനൊന്നും വരുന്നില്ല, മുൻപോട്ടൊന്നും വളരുന്നേ ഇല്ല, ഇത്രയും നാളൊക്കെ രക്ഷിക്കപ്പെട്ടു, ഇത്രയും വർഷങ്ങളൊക്കെ ആയി, മുന്നോട്ടൊരു വളർച്ചയില്ല. ചിലപ്പോൾ നീ ആയിരിക്കാം അതിൻ്റെ ഉത്തരവാദിത്വം, നാം ആയിരിക്കാം അതിൻ്റെ ഉത്തരവാദിത്വം. നാം വേണ്ടത് ചെയ്യാത്തത് കൊണ്ടാവാം. മുൻപോട്ട് പോകണമല്ലോ, നമ്മുടെ സമയം കഴിഞ്ഞു. ആദ്യത്തെ ഞാൻ പറഞ്ഞത് വിശുദ്ധന്മാരുടെ യഥാസ്ഥാപനം. അടുത്തത് എന്താ ഞാൻ ഓർപ്പിച്ചത്? ശുശ്രൂഷയുടെ വേല. എന്താ അതിൻ്റെ അർത്ഥം? ഇങ്ങനെ യഥാസ്ഥാപനം വന്ന് വിശ്വാസികൾ എല്ലാവരും ശുശ്രൂഷയുടെ വേലയിൽ ഏർപ്പെടണം. എല്ലാവരും കർത്തൃവേല ചെയ്യണം. ഇതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്.
ഒരു സഭയിലെ കർത്തൃവേല എന്ന് പറയുന്നത്, ശുശ്രൂഷ എന്ന് പറയുന്നത്, അവിടെ ദൈവം ഉയർത്തിയിട്ടുള്ള നേതൃത്വത്തിൻ്റെ ഗുണം, ഉത്തരവാദിത്വം മാത്രമല്ല, ദൈവം ആ നേതൃത്വത്തെ നൽകിയിരിക്കുന്നത്, ആ നേതൃത്വത്തിൻ്റെ ശുശ്രൂഷയാൽ എല്ലാ വിശ്വാസികളും അവർക്ക് നൽകിയിരിക്കുന്ന ശുശ്രൂഷകൾ നിവർത്തിപ്പാൻ കരുത്തരാവണം. എന്നിട്ടെല്ലാവരും ചേർന്ന് ശുശ്രൂഷയുടെ വേലയിൽ ഏർപ്പെടണം. സ്ഥലം സഭകളെക്കുറിച്ചുള്ള ദൈവിക ആഗ്രഹം അതാ. എന്നാൽ ഈ ഉത്തരവാദിത്വങ്ങളൊക്കെ ബൈപ്പാസ് ചെയ്ത് ഷോർട്ട് കട്ടൊക്കെ നാം മിക്കവാറും എല്ലായിടത്തും വെച്ചിരിക്കുക. ഇന്ന് സ്ഥലം സഭകൾ നോക്കിയാൽ നാം കാണുവാനായിട്ട് സാധിക്കുന്നത്, ചിലരെ കാര്യങ്ങൾ ഏൽപ്പിച്ച് മറ്റുള്ളവരെല്ലാവരും ഉറങ്ങുവാൻ പോയിരിക്കുന്ന, വിശ്രമിക്കുവാൻ പോയിരിക്കുന്ന അവസ്ഥയാണ്. ഞാൻ പറയുന്നത് ശരിയല്ലേ? ഇപ്പോൾ സ്ഥലം സഭകളിൽ നാം കാണുന്ന പ്രവണത, ആരെയെങ്കിലും കാര്യങ്ങൾ പരമേൽപ്പിക്കും. സുവിശേഷകനെ അപ്പോയിന്റ് ചെയ്യുന്ന, മനുഷ്യൻ അപ്പോയിന്റ് ചെയ്യുന്ന സ്ഥിതി തന്നെ പല സഭകളിൽ ഇന്ന് ഉണ്ടായിരിക്കുന്നു. അവരെ കാര്യങ്ങൾ ഏൽപ്പിക്കുക, പിന്നെ മറ്റുള്ളവർ അവരെ നിയന്ത്രിച്ച് സഭയുടെ കാര്യങ്ങൾ ഇങ്ങനെയൊന്നും നടക്കുന്നില്ലാത്ത പോലെ മൗനമായിട്ടിരിക്കുന്നത് എന്താ? കാര്യങ്ങൾ അങ്ങനെ മുന്നോട്ട് പോവുക. എന്നിട്ട് നമ്മൾ പറയും, ഇപ്പം സഭയ്ക്ക് കുഴപ്പമില്ല, ഇന്ന ആൾ ഇവിടെ ഉള്ളതുകൊണ്ട് സഭയ്ക്ക് കുഴപ്പമില്ല, കാര്യങ്ങളൊക്കെ നടക്കുന്നു. രണ്ടു കൂട്ടർക്കും സന്തോഷമാ, ഗുണമാ. അങ്ങനെ സന്തോഷമായി മുൻപോട്ട് പോവുകയല്ല, മുൻപോട്ട് പോവുകയാണ്. ദൈവഹിതം സ്ഥലം സഭകളെക്കുറിച്ചുള്ളത് അങ്ങനെയല്ല. അവിടെ നേതൃത്വമുണ്ട്, സംശയമില്ല. നേതൃത്വത്തിൻ്റെ ശുശ്രൂഷയാൽ ഓരോ വിശ്വാസിയും അവർക്കുള്ള ആ ഉത്തരവാദിത്തങ്ങൾ നിറവേറ്റത്തക്ക അവസ്ഥയിലേക്ക് വരണം. അങ്ങനെ അവസ്ഥയിലേക്ക് വന്ന് ഒരുമിച്ച് ഓരോരുത്തർക്കുമുള്ള ശുശ്രൂഷകൾ, വീണ്ടും ഓർപ്പിക്കട്ടെ, എല്ലാവരും വചനം പഠിപ്പിക്കുക, എല്ലാവരും സഭയെ നടത്തുക, എല്ലാവരും പ്രസംഗിക്കുക, അതല്ല ഞാൻ പറയുന്നത്. ശുശ്രൂഷകൾ വിവിധമാണ്. ഓരോരുത്തർക്കുമുള്ള ശുശ്രൂഷ എന്തെന്ന് മനസ്സിലാക്കി അതിനായി സമയവും ആരോഗ്യവും നാം വ്യയം ചെയ്യണം. അതാണ് ദൈവം നമ്മെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്. ഞാൻ പറഞ്ഞു വരുന്നതിൻ്റെ ആഗ്രഹം ഇതാണ്: എല്ലാ വിശ്വാസികൾക്കും ശുശ്രൂഷകളുണ്ട്. ആ ശുശ്രൂഷയുടെ വേല യഥാസ്ഥാനപ്പെട്ട വിശുദ്ധന്മാർ എല്ലാവരും ചേർന്ന് നിവർത്തിക്കേണ്ടതാ. അപ്പോൾ എന്തുണ്ടാവും? മൂന്നാമത്തെ കാര്യം എന്തായിരുന്നു? മൂന്നാമത്തെ കാര്യം ക്രിസ്തുവിൻ്റെ ശരീരത്തിൻ്റെ ആത്മിക വർധനയ്ക്കും. നമ്മുടെ വിഷയം അത് തന്നെയാണല്ലോ, ആത്മിക വർധന, ശരീരത്തിൻ്റെ ആത്മിക വർധന, ശരീരം തലയോളം വളരുന്ന കാര്യം. പ്രിയമുള്ളവരെ, നാം ഇന്ന് ചിന്തിച്ച കാര്യങ്ങൾ നമുക്ക് വളരെ ഗൗരവമായിട്ടെടുക്കാം. കർത്താവിൻ്റെ ഹൃദയത്തിൽ ഇത് വളരെ പ്രാധാന്യമർഹിക്കുന്ന കാര്യമാണ്. സമയം കഴിഞ്ഞു, എന്നാൽ ഒന്നുകൂടി മനസ്സിൽ വന്നത് ഞാൻ ഓർപ്പിക്കട്ടെ. ലൂക്കോസ് 19 നാം വായിക്കുമ്പോൾ റാത്തലുകളുടെ ഉപമ നാം കാണുന്നുണ്ട്. നമുക്ക് പരിചയമുള്ളതാണല്ലോ. കുലീനനായൊരു മനുഷ്യൻ ദൂരദേശത്തേക്ക് പോകുന്നു. തൻ്റെ 10 ദാസന്മാരെ വിളിച്ച് 10 റാത്തലുകൾ അവരെ ഏൽപ്പിച്ചു. എന്ന് വെച്ചാൽ ഓരോരുത്തർക്കും ഓരോ റാത്തൽ. അതിൻ്റെ ആത്മീയ വശങ്ങളിലേക്കൊന്നും ഞാൻ പോകുന്നില്ല. എന്നിട്ട് താൻ ദൂരദേശത്തേക്ക് പോകുന്നത് ചക്രവർത്തിയുടെ അരികിൽ ചെന്ന് രാജാവെന്നുള്ള ആ നാമം സ്വീകരിക്കുവാനാണ്. അപ്പോൾ തനിക്ക് ചില ശത്രുക്കൾ ആ പ്രജകളുടെ ഇടയിലുണ്ടായിരുന്നു. അവർ ആളുകളെ അയച്ചു പറഞ്ഞു, അവനെ ഞങ്ങൾക്ക് രാജാവായിരിക്കുന്നത് ഇഷ്ടമല്ല. എന്ന് വെച്ചാൽ രാജത്വം അവന് കൊടുക്കരുത്, ഞങ്ങൾക്ക് അവന് രാജാവായി വേണ്ട. എന്നിട്ടും അവന് രാജത്വം കിട്ടി തിരിച്ചു വന്നു. നാം ആ കുലീനനായ മനുഷ്യൻ്റെ സ്ഥാനത്തായിരുന്നെങ്കിൽ തിരിച്ചു വന്ന് നാം എന്ത് ചെയ്തേനെ? ആദ്യം പറഞ്ഞാട്ട് തിരിച്ചു വന്ന ആദ്യം എന്ത് ചെയ്തേനെ? രാജാവായിട്ട് ഞങ്ങൾക്കിരിക്കുന്നത് യോഗ്യമല്ലെന്ന് പറഞ്ഞ ആ ശത്രുക്കളുടെ പിന്നാലെ പോയി അവരെ നശിപ്പിച്ചേനെ. ആദ്യം അത് ചെയ്തേനെ. അവരെ അവിടെ ഇരുത്തരുത്, അവരിരുന്നാൽ എനിക്ക് ദോഷമാണ്, അവരെ ആദ്യം തീർത്തനെ. എന്നാൽ ആ ഉപമയിലെ കുലീനനായ മനുഷ്യൻ ആദ്യം ചെയ്തത് എന്താണെന്ന് അറിയാമോ? ദാസന്മാരെ വിളിച്ചു അവരുടെ കൂടെ ഇരുന്ന് ആ 10 റാത്തലുകളുടെ കണക്ക് അവരോട് ചോദിച്ചു. അതിനുശേഷമാണ് ശത്രുക്കളുടെ പിന്നാലെ പോകുന്നത്. എന്താണ് അതിൻ്റെ അർത്ഥം? ആ ശത്രുക്കളുടെ പിന്നാലെ പോകുന്നതിലും തനിക്ക് പ്രാധാന്യം എന്തായിരുന്നു? തൻ്റെ ദാസന്മാർ തൻ്റെ റാത്തലുകൾ കൊണ്ട് എന്തു ചെയ്തു എന്നുള്ളതാണ്. നാം അവൻ്റെ ദാസന്മാരാ. അതാണ് ഞാൻ വിശദീകരിച്ചത്. നാം അവൻ്റെ ശുശ്രൂഷയിലുള്ളവരാ. അവൻ നമുക്ക് റാത്തലുകൾ, അത് നമുക്കുള്ള അവസരങ്ങളുടെ ചിത്രമാവാം, നമുക്കുള്ള താലന്തുകളാവാം, എല്ലാം അതിൽ ഉൾപ്പെടുത്താം. നമുക്ക് നൽകിയിട്ടുണ്ട്. അതാണ് നാം ചിന്തിച്ചുകൊണ്ടിരുന്നത്. കൃപാദാനങ്ങൾ, കൃപാവരങ്ങൾ, ഇതെല്ലാം അവൻ നമുക്ക് നൽകിയിട്ടുണ്ട്.
കർത്താവ് വരുവാൻ പോകുന്നു. ആദ്യം കർത്താവ് ചെയ്യുവാൻ പോകുന്നത് ഈ ലോകത്തിലുള്ള അവൻ്റെ ശത്രുക്കൾക്ക് അവന് വേണ്ട എന്ന് പറയുന്നവരുടെ പിന്നാലെ അല്ല കർത്താവ് പോകുവാൻ പോകുന്നത്. പിന്നെ ആദ്യം നമ്മോട് കണക്ക് ചോദിക്കും. ആദ്യം അവൻ നമ്മോട് കണക്ക് ചോദിക്കും. എന്നോട്, നിങ്ങളോട് അവൻ ആദ്യം കണക്ക് ചോദിക്കും. നീ എങ്ങനെ ജീവിച്ചു? നീ എത്രമാത്രം വിശ്വസ്തനായിരുന്നു? അന്ന് നമ്മുടെ കരങ്ങൾ ബലപ്പെട്ടിരിക്കണമെങ്കിൽ ഇന്ന് നമ്മുടെ കരങ്ങൾ വിശ്വസ്തമായിരിക്കണം. ഞാൻ പറഞ്ഞത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. പ്രിയമുള്ളവരെ, ഇന്ന് നാം കേട്ട ഈ സത്യങ്ങൾ അങ്ങനെ വിശ്വസ്തരായി കർത്താവിന് വേണ്ടി സേവ ചെയ്യുവാൻ മുഖാന്തരമാകട്ടെ. കർത്താവിനെ നമുക്ക് മഹത്വപ്പെടുത്താം. തമ്മിൽ ഉത്സാഹിപ്പിച്ച് യഥാസ്ഥാനവും വളർച്ചയുമുള്ള കൂട്ടങ്ങളായിട്ട് വരുന്ന ആളുകൾ നമുക്ക് പരിലസിക്കാം. അങ്ങനെ വരുന്ന ആളുകൾ തീരുവാൻ ഇന്ന് പങ്കിട്ട എല്ലാ ആലോചനകളും മുഖാന്തരമായി തീരട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടി എൻ്റെ വാക്കുകൾ നിന്ന് വിരമിക്കുന്നു. കർത്താവ് നമ്മെ ഏവരെയും അനുഗ്രഹിക്കുകയും സഹായിക്കുകയും ചെയ്യുമാറാകട്ടെ. ദൈവവചനം വളരെ അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ ശുശ്രൂഷിപ്പാൻ കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ കർത്താവ് കരങ്ങളിൽ എടുത്തുപയോഗിച്ചു. ദൈവവചനത്തിലെ ആഴമേറിയ സത്യങ്ങളെക്കുറിച്ച് പഠിക്കുവാൻ ദൈവം നമ്മെ സഹായിച്ചു. എഫെസ്യ ലേഖനം 4-ാം അധ്യായം 7 മുതൽ 13 വരെയുള്ള വാക്യങ്ങളിൽ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ചങ്കില ചോരയാൽ വീണ്ടെടുക്കപ്പെട്ട ഒരു ദൈവപൈതൽ ആത്മീയമായി എങ്ങനെ വളരണം, ആ വളർച്ചയ്ക്ക് ആവശ്യമായിട്ടുള്ള കൃപാദാനങ്ങൾ ദൈവം നൽകുന്നതിനെ സംബന്ധിച്ച് വളരെ വ്യക്തമായും ശക്തമായും ഇന്ന് ദൈവവചനത്തിൽ നിന്ന് നമുക്ക് കേൾക്കുവാനായിട്ടിടയായി. ഈ വചനം തകർന്ന ഹൃദയങ്ങൾക്ക് ആശ്വാസവും തകർന്ന മനസ്സിന് പുതുജീവനും നൽകുമെന്നുള്ള പ്രത്യാശയോടുകൂടെ നമുക്ക് ദൈവസന്നിധിയിൽ തുടർന്നുമായിരിക്കാം. കർത്താവിൻ്റെ ശ്രേഷ്ഠദാസനെ കുടുംബമായി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. തുടർന്നും താൻ ചെയ്യുന്ന ശുശ്രൂഷകൾ പ്രിയപ്പെട്ട ദൈവജനത്തിന് അനുഗ്രഹമായി തീരുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി നമുക്ക് പ്രാർത്ഥനയിൽ ഓർക്കാം. ഇവിടെ ആലപിക്കപ്പെട്ട ഗാനങ്ങളും ഇവിടെ ശുശ്രൂഷിക്കപ്പെട്ട ദൈവവചനവും എല്ലാവർക്കും അനുഗ്രഹത്തിന് കാരണമാകട്ടെ എന്നുള്ള പ്രാർത്ഥനയോടുകൂടെ നമുക്ക് ദൈവസേനയിൽ ആയിരിക്കാം. തുടർന്ന് നടക്കാൻ പോകുന്ന യോഗ വിവരങ്ങൾ കൂടെ പ്രസ്താവിക്കുവാൻ ആഗ്രഹിക്കുകയാണ്. 9:30 മുതൽ 10 മണി വരെയുള്ള സമയം ഈ സഭാ ഹാളിനുള്ളിൽ പ്രാർത്ഥനയ്ക്ക് സമയം വേർതിരിച്ചിരിക്കുകയാണ്. തുടർന്ന് നടക്കുന്ന നമ്മുടെ മീറ്റിങ്ങുകളെ ഓർത്ത് പ്രാർത്ഥിക്കുവാൻ നമുക്ക് സാവകാശമുണ്ട്. കഴിയുന്നിടത്തോളം പ്രിയപ്പെട്ടവർക്ക് അതിൽ സംബന്ധിക്കുവാനും സാവകാശമുണ്ട് എന്ന് വിശേഷാൽ ഓർപ്പിക്കുന്നു. അതിനുശേഷം 10 മണി മുതൽ 1:15 വരെയുള്ള സമയം സഭാപരിപാലനം എന്ന വിഷയത്തെ സംബന്ധിച്ച് ശുശ്രൂഷ ഇവിടെ നടക്കുന്നതാണ്. അതിന് ചെയർമാനായി കർത്താവിൻ്റെ വിലയേറിയദാസൻ ഡോക്ടർ KC ജോൺസൺ ബ്രദർ ആ ശുശ്രൂഷ ചെയ്യുന്നതായിരിക്കും. അതിനുശേഷം ദൈവവചനം നമുക്ക് കേൾക്കേണ്ടതായിട്ടുണ്ട്. 2 സഹോദരന്മാരെയാണ് അതിന് നിയോഗിച്ചിരിക്കുന്നത്. സുവിശേഷകൻ വർഗീസ് കുര്യൻ, സുവിശേഷകൻ ചാണ്ടപ്പിള്ള ഫിലിപ്പ്. പ്രിയപ്പെട്ടവർ ദൈവവചനത്തിൽ നിന്നും ആധികാരികമായി സംസാരിക്കുന്നതായിരിക്കും. അതിനുശേഷം അതുപോലെ 5:45 വൈകുന്നേരത്തുള്ള മീറ്റിങ്ങും ഗാനശുശ്രൂഷയോട് ആരംഭിക്കുന്നതായിരിക്കും. 2 ദൈവദാസന്മാരാണ് ഇന്നും ദൈവവചനത്തിൽ നിന്ന് സംസാരിക്കുന്നത്. സുവിശേഷകൻ ജോസ് മാത്യുവും സുവിശേഷകൻ ജോൺ കുര്യനുമായിരിക്കും ഇന്ന് ദൈവവചനത്തിൽ നിന്നും സംസാരിക്കുന്നത്. ഈ ശുശ്രൂഷകൾ ഏറ്റവും അനുഗ്രഹിക്കപ്പെട്ട നിലയിൽ നടക്കുവാൻ ഇടയാകേണ്ടതിന് വേണ്ടി പ്രത്യേകം നമുക്ക് പ്രാർത്ഥനയോടുകൂടി ആയിരിക്കാം. ഇന്ന് മഴ പെയ്യാതെ ദൈവം നമുക്ക് നല്ല കാലാവസ്ഥ നൽകുവാനായിട്ടും തുടർന്നുള്ള ഈ ശുശ്രൂഷകൾ ദൈവജനത്തിന് അനുഗ്രഹമായി തീരുവാൻ ഇടയാകേണ്ടതിന് വേണ്ടിയും നമുക്ക് പ്രാർത്ഥനയോടുകൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കാം. ഇപ്പോൾ ഈ ശുശ്രൂഷ അനുഗ്രഹമായി നടക്കുവാൻ ദൈവം സഹായിച്ചു. ആയതിനാൽ നമുക്ക് ദൈവത്തെ സ്തുതിക്കാം. പ്രാർത്ഥനയ്ക്കായിട്ട് ബ്രദർ ജോർജ് മാത്യുവിനെ ക്ഷണിക്കുകയാണ്. അദ്ദേഹം വന്ന് പ്രാർത്ഥിച്ച് ആശീർവാദം പറഞ്ഞ് സമാധാനത്തോടെ നമുക്ക് ഇപ്പോൾ താൽക്കാലമായി പിരിഞ്ഞു പോകാം. തുടർന്ന് 10 മണിക്ക് നടക്കുന്ന ശുശ്രൂഷകൾ എല്ലാവരും കടന്നു വന്ന് സംബന്ധിക്കുവാനായിട്ട് ഒന്നുകൂടെ ഓർപ്പിക്കുകയാണ്.
ഇപ്പോൾ ബ്രദർ ജോർജ് മാത്യുവിനെ പ്രാർത്ഥനയ്ക്കായി ക്ഷണിച്ചുകൊള്ളും. ദൈവത്തിൻ്റെ അതിപരിശുദ്ധം വാഴ്ത്തപ്പെടുമാറാകട്ടെ. അനുഗ്രഹീതമായ വചനത്തിൻ്റെ മുമ്പിലായിരുന്നു നാം ഇതുവരെ ഇരുന്നത്. ഇനിയും ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നടക്കേണ്ടതായിട്ടുണ്ട്. നമുക്ക് പ്രാർത്ഥിച്ച് ഈ യോഗം അവസാനിപ്പിക്കാം. നമുക്ക് പ്രാർത്ഥിക്കാം. ക്രിസ്തുയേശു കൂടി അളവില്ലാതെ സ്നേഹിക്കുന്ന അടിയങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ, ഈ പ്രഭാതത്തിനായി അടിയങ്ങൾ അങ്ങയെ സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യുന്നു. പിതാവേ, കഴിഞ്ഞ സമയങ്ങളിലെല്ലാം എന്തെല്ലാം ആപത്ത് അനർത്ഥങ്ങളൊക്കെ അടിയങ്ങൾക്ക് വരാമായിരുന്നു. എന്നാൽ അങ്ങയുടെ ദൂതഗണങ്ങളാൽ അടിയങ്ങളെ കാവലണച്ചിരുന്ന കൃപയ്ക്കായി സ്തോത്രം. അടിയങ്ങൾക്ക് ധൈര്യത്തോടെ അങ്ങയുടെ സന്നിധിയിലേക്ക് വരുവാനും ആ മറിയ തിരഞ്ഞെടുത്തതുപോലെ അങ്ങയുടെ ആ സന്നിധിയിലിരുന്ന് അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം പഠിക്കുവാനും അടിയങ്ങളുടെ ജീവിതത്തിൽ അങ്ങ് തന്നിരിക്കുന്ന കൃപകൾക്കായി സ്തോത്രം. പ്രിയ തോമസൻ ബി തോമസൻ സഹോദരനെ പ്രത്യേകം തൃക്കയിലേൽപ്പിക്കുന്നു. ശാരീരികമായ വളരെ ക്ഷീണങ്ങൾ, പ്രയാസങ്ങൾ ഒക്കെയുണ്ട്. എങ്കിൽ പോലും ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ധൈര്യത്തോടെ അടിയങ്ങൾക്ക് വിഭാവിച്ചു തരുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവിൽ അങ്ങ് പ്രവർത്തിച്ചതിനായി സ്തോത്രം ചെയ്യുന്നു. പിതാവേ, അടിയങ്ങൾ ക്രിസ്തു എന്ന തലയോളം വളരേണ്ടത് ആവശ്യമാണ്. അതിനായി ആത്മീയമായിട്ടുള്ള വളർച്ച അടിയങ്ങൾക്ക് ആവശ്യമാണ്. വിളിക്കപ്പെട്ട അങ്ങനെ ആകുന്നവർക്ക് വേണ്ട 5 ഗുണങ്ങൾ ഇന്നലെ അടിയങ്ങൾ കേൾക്കുവാൻ സാധിച്ചു. പിതാവേ, ഇന്ന് ആ കൃപാവരങ്ങളെക്കുറിച്ച് കേൾക്കുവാൻ അടിയങ്ങൾക്ക് സാധിച്ചു. പിതാവേ, ഒരാൾ പോലും കൃപാവരങ്ങളില്ലാത്ത ഒരാൾ പോലും സഭയിലില്ല, വിശ്വാസികളായിട്ടില്ല എന്ന് മനസ്സിലാക്കി അവരവരുടേതായ പ്രവർത്തനങ്ങൾ ഏറ്റവും അനുഗ്രഹമായി, സഭയ്ക്ക് അനുഗ്രഹമായി, അതുമൂലം അങ്ങയുടെ നാമം മഹത്വത്തിനായി തീരുവാൻ സഹായിക്കണമേ എന്ന് അടിയങ്ങൾ അങ്ങയോട് അപേക്ഷിക്കുകയാണ്. പ്രിയ കർത്താവേ, ഇവിടെ നടക്കുന്ന ഓരോ ശുശ്രൂഷയും തൃക്കൈ ഏൽപ്പിക്കണമേ. ഇന്ന് തന്നെയുണ്ട്. ഇന്ന് 9:30 തൊട്ട് പ്രാർത്ഥനാ മീറ്റിംഗ് ഉണ്ട്. അത് കഴിഞ്ഞ് 10 മണി കഴിഞ്ഞ് 10 മണി തൊട്ട് സഭാ പരിപാലനം എന്നുള്ള വിഷയമുണ്ട്. അത് നടത്തുന്ന അങ്ങയുടെ ദാസന്മാരെ ഏറ്റവും അനുഗ്രഹിക്കണമേ. അതുപോലെ ഉച്ചകഴിഞ്ഞ് 5:45 ആ ശുശ്രൂഷകളും ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ സഹായിക്കണമേ. കഴിഞ്ഞ ദിവസം മഴയുടെ വളരെ പ്രയാസങ്ങളുണ്ടായി. പിതാവേ, അടിയങ്ങൾക്ക് അങ്ങനെ ഒന്നും ഉണ്ടാകാതെ ക്ഷേമത്തോടെ അങ്ങയുടെ മക്കൾ വരുവാനും അങ്ങയുടെ മാറ്റമില്ലാത്ത വചനം ധൈര്യത്തോടെ കേൾപ്പാനും അതുമൂലം അവരെ ആത്മീയ വർധന പ്രാപിപ്പാനും ക്രിസ്തു എന്ന തലയോളം വളരുവാനും അവരെ സഹായിക്കണമേ. അങ്ങ് കൊടുത്തിരിക്കുന്ന എല്ലാ ദാനങ്ങൾക്കായി സ്തോത്രം. ഇതിൻ്റെ പിൻപിൽ പ്രവർത്തിക്കുന്ന അങ്ങയുടെ ദാസന്മാരെ പ്രത്യേകം തൃക്കയിലേൽപ്പിക്കുന്നു. അവർക്ക് അതിനുള്ള ബലവും ശക്തിയും അങ്ങ് ദാനം ചെയ്യണമേ. പല ആവശ്യങ്ങളുണ്ട്. എന്നാൽ ആവശ്യങ്ങളുടെ മുഖത്ത് അങ്ങ് സഹായകനായിരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. പ്രിയ അടിയങ്ങൾ ഇവിടുന്ന് പിരിഞ്ഞു പോകട്ടെ. പിരിയാത്ത സാന്നിധ്യം അടിയങ്ങളോട് കൂടെ ഇരിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അടിയങ്ങളുടെ പ്രാർത്ഥന അങ്ങ് കേട്ടതിനായി സ്തോത്രം ചെയ്യുന്നു. സകലവും അടിയങ്ങൾക്ക് വേണ്ടി ജീവൻ വെച്ച കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിമഹത്വമുള്ള നാമത്തിൽ അടിയങ്ങൾ താഴ്മയെ അപേക്ഷിക്കുന്നു. കൃപയുണ്ടായി കേൾക്കുമാറാകണമേ. പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും ആശ്വസിപ്പിക്കുന്ന പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും കൂട്ടായ്മയും അടിയങ്ങൾ ഓർത്ത് പ്രാർത്ഥിച്ച എല്ലാ കാര്യങ്ങളുടെ മേലും തുടർന്നുള്ള എല്ലാ മീറ്റിങ്ങുകളിന്മേലും ലോകമെമ്പാടുമുള്ള വിശുദ്ധന്മാരുടെ മേലും ഇപ്പോഴും എപ്പോഴും ഉണ്ടായിരിക്കുമാറാകണമേ.